ഞാനൊരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട വ്യക്തിയാണ്. എൻ്റെ ജനനത്തിൽ വെച്ച് തന്നെ ഈ ലോകത്തൊന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നുവെങ്കിലും ദൈവം എന്നെ രക്ഷിച്ചു. സാക്ഷ്യമെല്ലാം പറയുവാൻ തുനിയുന്നില്ല. കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം നൽകി. സുഖമില്ലാതെ പ്രയാസപ്പെട്ടു. ക്ഷേത്ര ദർശനം നടത്തി. അന്നത്തെ വിശ്വാസമനുസരിച്ച് നിരവധി കാര്യങ്ങൾ ചെയ്തു. മെഡിക്കൽ കോളേജിലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. എങ്കിലും എനിക്ക് ഭേദമൊന്നും വന്നില്ല. മലയ്ക്ക് പോകാൻ മാലകിട്ട് വൃശ്ചികവ്രതം നോക്കി. ഏതാണ്ട് 14 ദിവസം വ്രതം നോക്കി. ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ദീപാരാധന കഴിഞ്ഞ് ശരണം വിളിയൊക്കെ കഴിഞ്ഞ് നാമജപം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഇതുപോലൊരു വീടിൻ്റെ മുറ്റത്ത് ഒരു യോഗം. അവർ നിർബന്ധിച്ചതല്ല, അങ്ങോട്ട് ചെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളുമെല്ലാം എനിക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ദാസന്മാർ ചിലര് എൻ്റെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രി യേശു ക്രിസ്തു എന്നെ സൗഖ്യമാക്കി. അങ്ങനെയാണ് ഞാൻ ഈ മാർഗത്തിൽ വന്നത്. അപ്പോൾ ആരംഭ സമയത്ത് ഈ മാർഗത്തിൽ ആ നിലയിൽ നിന്ന് വന്നതുകൊണ്ട് ഈ വേദപുസ്തകം വായിച്ചപ്പോൾ, ഇത് തുറന്ന് നോക്കിയപ്പോൾ അന്ന് ചിന്തിച്ചത് 4 സുവിശേഷം ഉണ്ടെന്ന്. കാരണം മത്തായി എഴുതിയ സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം. എന്നാൽ ദൈവസഭയിൽ ചെന്ന് ദൈവദാസന്മാർ വചനം പഠിപ്പിക്കുകയും ആ വചനം പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്തപ്പോൾ ബോധ്യപ്പെട്ടു, സുവിശേഷം 4 ഇല്ല, സുവിശേഷം 1 ഉള്ളൂ. അത് കർത്താവായ യേശു ക്രിസ്തു. പിന്നെ ഈ 4 പേരും സുവിശേഷത്തിൻ്റെ 4 വിശേഷതകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ പറയാറുണ്ട്, സുവിശേഷത്തിന് വിശേഷതയല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സുവിശേഷത്തിന് സവിശേഷതയാണ്. ഇതുപോലെ സവിശേഷതയുള്ള ഒരു വിശേഷം വേറെ ഇല്ല. ഗുഡ് ന്യൂസ്. നമ്മൾ കേൾക്കുന്ന ന്യൂസെല്ലാം നമുക്ക് ഗുണം വരുത്തുന്ന ന്യൂസ് അല്ല. ചിലത് കേൾക്കുമ്പോൾ നമുക്കങ്ങ് വെപ്രാളം ഉണ്ടാകുക. തോമാച്ചിന് ബ്രെയിൻ ട്യൂമർ, വെപ്രാളമാണ്. ഉപ്പാപ്പന് ക്യാൻസർ, വെപ്രാളം ഉണ്ടാക്കുന്നത്. സഭയിൽ ആരാധിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ വേറൊരുത്തനായിട്ട് വഴക്കുണ്ടാക്കി. എല്ലാം പറയുന്നില്ല. ഒരാളങ്ങോട്ട് ഓടിപ്പോയി. ഇതൊക്കെ പല വിശേഷങ്ങളാണ്. ഇതെല്ലാം നമുക്ക് ആശ്വാസം തരുന്നതല്ല, മനപ്രയാസപ്പെടുത്തുന്നത്. ഇന്ന സഭയെ പ്രശ്നമുണ്ടായി, അങ്ങനെല്ലാം അസ്വസ്ഥതപ്പെടുത്തുന്ന വാർത്തകൾ. എന്നാൽ നല്ല വാർത്ത, നല്ല ന്യൂസ് സുവിശേഷമാണ്. എനിക്ക് നിങ്ങളെപ്പോലെ എന്നെ കേൾക്കുന്ന, ദൂരത്തൊക്കെ ഇരുന്ന് കേൾക്കുന്ന, ഇവിടെ ഇരിക്കുന്നവരെ പോലെ വിദ്യാഭ്യാസത്തിൽ വലിയ ശ്രേഷ്ഠതയൊന്നുമില്ല. എങ്കിലും ന്യൂസ് 3-4 അക്ഷരമാണ് അല്ലയോ ഇംഗ്ലീഷിൽ. വിവരമുള്ള സായിപ്പന്മാരാണ്ട് കൊടുത്താ ന്യൂസ്. സ്പെല്ലിങ് ജെയിംസ് NEW ന്യൂസ് എന്ന് പറഞ്ഞാൽ NEWS ന്യൂസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ന്യൂസ് എത്തണം. നോർത്ത്, ഈ സഹായിക്ക്, W ബെസ്റ്റ്, എസ്. അപ്പം തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറും എല്ലാം ഈ ന്യൂസ് എത്തണം. എത്തേണ്ട ഒറ്റ ന്യൂസേ ഉള്ളു, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. സാധാരണ മാരാമൻ കൺവെൻഷനാ ഇങ്ങനെ മണപ്പരപ്പ് ഇരുന്ന് കൂടുന്നത്. അതിനു മുമ്പ് അതിനോട് കിടപിടിക്കത്തക്ക രീതിയിൽ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ പ്രാരംഭ കൺവെൻഷനുകളും അന്നെല്ലാവരും കൂടെ ചേർന്ന് തെന്നിന്ത്യ പെന്തക്കോസ് ബ്രദറുകാരും എല്ലാം കൂടെ സഹകരിച്ചൊക്കെ അന്ന് ആറാട്ടുപുഴ മണപ്പുറത്ത് യോഗം ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടെയും ഈ ദേശത്തും ഇങ്ങനെ മണപ്പുറത്ത് യോഗം നടത്തുന്നത് വളരെ സന്തോഷമായിരിക്കുന്നു.
അതിന് ആരംഭ ദിവസങ്ങളിൽ, ആരംഭകാര്യങ്ങളിൽ ചുമല് പിടിച്ചവരെയും അധ്വാനിച്ചവരെയും ഇപ്പോഴും അധ്വാനിക്കുന്നവരെയെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് വരാൻ താമസിച്ചാൽ മാരാമൺ കൺവെൻഷൻ പുറകോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അതുപോലെ ഇവിടെ ആൾ വരണമെന്ന്. കൺവെൻഷൻ പോകരുതെന്നല്ല, അത് അവിടെ നടന്നോട്ടെ. അതിലൊക്കെ ഇരട്ടി ആൾ ഈ ദേശത്ത് വരണം. എല്ലാവരും യേശു ക്രിസ്തുവിനെ അറിയണം. എല്ലാവരും ഈ സുവിശേഷം കേൾക്കണം. അതിന് ദൈവം കൃപ ചെയ്യട്ടെന്ന് ഞാൻ പ്രാരംഭത്തിൽ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തെക്കും കിഴക്കും വടക്കും പടിഞ്ഞാറുമുള്ളവരെല്ലാം, അതാണ് ഈ ഗുഡ് ന്യൂസ്, നല്ല വാർത്ത. അപ്പോൾ സുവിശേഷത്തിന് സവിശേഷതകളുണ്ട്. എന്താ സുവിശേഷത്തിന്റെ സവിശേഷത? അതൊന്ന് സൂചിപ്പിച്ച അടുത്ത വാക്യത്തോട് കൂറ് പുലർത്താം. സുവിശേഷം കർത്താവാകുന്ന യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി നടന്ന സമയത്ത് ദൂതന്മാർ വന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ആ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴോട്ടുള്ള ചില വേദഭാഗങ്ങൾ. എല്ലാം വായിക്കാൻ നേരമില്ലെങ്കിലും 8, 9, 19 ഒന്ന് വായിച്ചു. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റിമിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട് ഭയപ്പെടേണ്ട, സർവജനത്തിനും ഉണ്ടാവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അതാ സുവിശേഷം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ജനിച്ചിരിക്കുന്ന കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. ആ ഭാഗം പഠിക്കുമ്പോൾ സുവിശേഷം, ക്രിസ്തു രക്ഷകൻ, തൻ്റെ തിരുപ്പിറവിയാണ്. പാട്ട് പാടുന്നില്ലെന്ന് ചിന്തിച്ചാലും ഒക്കുകയല്ല. കർത്താവിൻ്റെ ദാസിയൊക്കെ നന്നായിട്ട് പഠിച്ച് പാടുന്നവരാ. നമ്മൾ ഒരു പരുവത്തിനങ്ങ് പോവുക. കന്നി മരിയ പെറ്റ പൈതലേ, കന്നി മരിയ പെറ്റ പൈതലേ, എന്നും സ്തുതിപ്പവർക്ക് ഭയമേകാതലേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ. ജ്ഞാനികൾക്കുള്ളിരിക്കും വേദവേദാന്തനേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ. തോയ പ്രതിഷ്ഠ ചെയ്ത നാഥനേ, തോയ പ്രതിഷ്ഠ ചെയ്ത നാഥനേ, യോർദാൻ തോയത്തിൽ മാഞ്ചനം, തോയത്തിൽ മാഞ്ചനം ചെയ്ത ദൈവദാസനേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ. വേദവേദാന്തനേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ, ബേതലഹേ പട്ടണത്തിൽ ജാതനേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നോട്ടീസിൽ അറിഞ്ഞതുപോലെ വളരെ പ്രഗത്ഭരായി ഇവിടെ ശുശ്രൂഷിച്ചത്. എവിടെയില്ലാത്ത ദിവസം യോനായ്ക്ക് ഈട്ട് വീണതുപോലെ എനിക്കും വീണു. അപ്പം അവർ വളരെ ഡീപ്പായിട്ട് ആഴമായിട്ട് നന്നായിട്ട് ഇവിടെ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. നമ്മൾ എളിയ അറിവനുസരിച്ച് ഇച്ചിരി കാര്യം പറഞ്ഞു വെച്ച് പെട്ടെന്ന് അങ്ങ് പോവും. ഇപ്പം കണ്ടുവരുന്നില്ല. പണ്ടൊക്കെ ഈ വീട്ടിൽ പെര കെട്ടും. പഴയ കാലത്ത് പെര ഓലപ്പെരയാണ്. ഞങ്ങളുടെയൊക്കെ നാടുകളിൽ ഇവിടെയും കാണും. അപ്പം ഓലപ്പെര കെട്ടി അത് വലിയ പെത്തപ്പാടാണ്. ഈ പെര കെട്ടി
കാശുള്ളവൻ പുത്തനോല 2 വിടും, കാശില്ലാത്തൻ ഒരു പുത്തനോല്. ഭാവിച്ച അപ്പോൾ കാശുള്ളവര് 2 പുത്തനോല ഇടും, കാശില്ലാത്തൻ ഒരു പുത്തനോല് ഒരു പഴയ ഓല്. അത് വലിയ ബത്തപ്പാടാണ്. അത് കൊട്ടി കൊടുക്കണം, എടുത്തു കൊടുക്കണം. അതിന് ചരടുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിൽ ഓല തന്നെ വാട്ടുക, ചിലയിടത്ത് ഈ കൈതയുടെ വേര്, അങ്ങനെയൊക്കെ പല നാരുകളാണ്. അപ്പം അതിങ്ങനെ താഴെ നിന്ന് കെട്ടി 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 കയറി മേളിലോട്ട് ചെല്ലും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അതെല്ലാം കെട്ടി ക്രമപ്പെടുത്തി വെച്ചിരിക്കുക. കാരണം അത് നന്നായിട്ട് അറിയാവുന്നവരാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് പ്രസംഗിച്ചേച്ച് പോയത്. അതിൻ്റെ പുത്തനോല ഇടേണ്ടടുത്ത് പുത്തനോല ഇട്ട്, പഴയ ഓല ഇടേണ്ടടുത്ത് പഴയ ഓലയിടെല്ലാം കെട്ടി ക്രമപ്പെടുത്തി വെച്ച് അവർ പോയി. പിന്നെ ഒടുവിലൊരു പരിപാടിയുണ്ട്, കമത്തോല ഇടും. കമത്തോല അത് ഇന്നലെ ഇട്ടു. ഇന്നലെ കമത്തോല ഇട്ടു, കുറച്ച് ദിവസം പാടുകയും ചെയ്തു. പിന്നെ ഒടുവിലെ ഒരു പരിപാടിയുണ്ട്, ഞങ്ങളുടെ നാട്ടിലുണ്ട്. നിങ്ങളുടെ ഈ സൂചി കോർക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാനറിയാം. കാറ്റും അടവിയൊക്കെ ചിലപ്പം കയറി അടിക്കുമ്പോൾ ഈ കെട്ടിയ ഓലയെല്ലാം പറന്ന്, അപ്പം ഒരു 4-5 കോടി അനുസരിച്ച് ആ സൂചി. അപ്പോൾ ഞാൻ ഇന്ന് ഒരു 2-3 സൂചി കോർത്തങ്ങ് പോവുക. കാരണം കർത്താവ് വരാൻ താമസിച്ചാൽ അടുത്ത കൺവെൻഷൻ വരെ ഇട്ട ഓല പറന്നു പോകരുത്. അപ്പം സൂചി കോർക്കുമ്പോൾ നിങ്ങൾ ആ സൂചി എടുത്ത് എനിക്ക് പള്ളക്കിട്ട് കുത്തരുത്. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ സ്തോത്രം പറഞ്ഞിരിക്കണം. ഇല്ലെങ്കിൽ കളി മാറും. ഇല്ലെങ്കിൽ ഇറക്കി വിടും. എൻ്റെ കൂടെ നിങ്ങളെക്കാളൊക്കെ ഞാൻ ചെറിയവനാണ് എല്ലാം കൊണ്ടും. അതുകൊണ്ട് നിങ്ങൾ എന്നെയും കൂടെ ഓർത്ത് പ്രാർത്ഥിച്ച് എനിക്കൊന്ന് എന്തോ നമ്മുടെ പബ്ലിക്കലായിട്ട് പറഞ്ഞാൽ എന്നെ ഒന്ന് ഉത്സാഹിപ്പിക്കണം. നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് മിക്കവാറും പാട്ടേ പാടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കായിട്ട് ബേത്ലഹേമിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് ജനിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ സംഘടനയുടെ കുറെ ആൾക്കാരുടെ ദൈവമല്ല. യേശു ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് മതത്തിലും കുടുംബത്തിലും കുലത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. യേശു ക്രിസ്തുവിൻ്റെ അടുക്ക വരാം. യേശുക്രിസ്തുവിന് ഒത്തിരി വിശേഷതയല്ലേ. ഏത് സമയത്തും വരാം. ചിങ്ങമാസത്തിൽ വരാം, കന്നിമാസത്തിൽ വരാം, വൃശ്ചിക മാസത്തിൽ വരാം, തുലാമാസത്തിൽ വരാം, ഇടവത്തിൽ വരാം, മിഥുനത്തിൽ വരാം. സ്തോത്രം പറഞ്ഞിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട. അപ്പൊ ഏത് സമയത്തും യേശുക്രിസ്തുവിൻ്റെ അടുക്ക വരാം. ഏത് ദിവസവും വരാം, ഏത് മാസവും വരാം, ഏത് വർഷവും വരാം, ഏത് സമയത്തും വരാം. രാവിലെ വരാം, ഉച്ചയ്ക്ക് വരാം, ഇടദിവസം വരാം, 12 മണിക്ക് വരാം, 1 മണിക്ക് വേണേ വരാം, അർദ്ധരാത്രി വരാം. അർദ്ധരാത്രിയിലും വരാം, കാരണം ഉറങ്ങുന്നില്ലല്ലോ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെ ആരും പാടി ഉറക്കണ്ട. ഉറങ്ങുക, കാരണം നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, പാടി ഉണർത്തുകയും വേണ്ട, ഉണർന്നിരിക്കുക. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. ഇസ്രായേലിൻ കാവൽക്കാരൻ നിദ്രാഭാരം തൂങ്ങുന്നില്ല. യഹോവയൻ പാലകൻ താൻ ഇല്ലനിക്കു ഖേദമൊട്ടും. യഹോവയൻ പാലകൻ താൻ ഇല്ലനിക്കു ഖേദമൊട്ടും. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളു വൻകിരിയിൽ. ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ണുകൾ തുണയരുളും വൻകിരിയിൽ. അപ്പൊ
ഏത് മാസവും വരാം, ഏത് വർഷവും വരാം, ഏത് ആഴ്ചയിലും വരാം, ഏത് ദിവസത്തും യേശുവിൻ്റെ അടുക്ക വരാം, ഏത് സമയത്തും വരാം. പകല് വരാം, രാത്രി വരാം, അർദ്ധരാത്രിക്ക് വരാം, വെളുപ്പിനെ വരാം, സന്ധ്യയ്ക്ക് വരാം, ഏത് സമയത്തും വരാം. ആണിന് വരാം, പെണ്ണിന് വരാം, കൊച്ചുങ്ങൾക്ക് വരാം, പ്രായമുള്ളവർക്ക് വരാം, 50 വയസ്സുള്ള സഹോദരന് വരാം, 40 വയസ്സുള്ള സഹോദരിക്ക് വരാം, 30 വയസ്സുള്ള സഹോദരന് വരാം, 35 സഹോദരിക്ക് വരാം, നടക്കാൻ മേലത്തെ വല്യമ്മയ്ക്ക് വരെ വരാം. അതല്ലയോ ഒരു കൂനിത്തള്ള യേശുവിനെടുക്ക വന്നത്. ആയുസിന് വരാത്തൊരമ്മ യേശുവിൻ്റെ അടുക്ക വന്ന് കർത്താവ് പറഞ്ഞ്, സ്ത്രീയെ നിന്റെ രോഗബന്ധനം അഴിച്ചിരിക്കുന്നു. എൻ്റെ ഭാഷ ഞാൻ മിക്കപ്പോഴും പറയും, പൂനെ ഊപ്പാട് വന്നതല്ല, യേശുവിൻ്റെ അടുക്ക വന്ന് ചിതിരിച്ചോ നല്ല കമ്പിവെടി പോലെ നടന്നു പോകും. അതാ യേശുവിൻ്റെ മഹിമ. ഇന്ന് രാത്രിയും കർത്താവ് ഈ മണപ്പരപ്പിലുണ്ട്. വിശ്വാസത്തോടെ വരുന്നവർക്ക് ഇന്ന് രാത്രി അവ സൗഖ്യം കൊടുക്കും. രോഗപീഠകളിൽ വലഞ്ഞാരിക്കുന്ന ഈ മണപ്പറപ്പ് വന്നിരിക്കുന്നത് ആമൻ നിരാശപ്പെട്ടു പോകരുത്. സൗഖ്യത്തിന്റെ വ്യാപാര ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ പകരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശു ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. അപ്പൊ ഏത് സമയത്തും വരെ ആർക്കും വരെ ഇതുപോലെ മകത്തുവാനായ ഒരുവനില്ല. അപ്പൊ ക്രിസ്തു എന്ന രക്ഷിതാവ്, അതെ ആ ഭാഗം പറഞ്ഞ എടുത്ത വാക്യത്തോട് കൂറ് പുലർത്തണം. യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി, സ്തോത്രം, കർത്താവിന്റെ തിരുജനനം, അതുകൊണ്ടുണ്ടായ സവിശേഷത ആ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. കർത്താവിന്റെ മഹത്വം ഒന്ന് ആ ഭാഗം പഠിക്കുമ്പോൾ ഞാൻ മിക്കയിടത്തും പറയാറുണ്ട്, യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ മാനവജന മനുഷ്യവർഗത്തിന്റെ ഇരുട്ട് മാറ്റി. കാരണം ആ ഖണ്ഡികയിൽ ഒരു പദമുണ്ട്, രാത്രിയിലായി ഈ സംഭവം. മോളെ അവിടെ രാത്രി എന്നൊരു പദമുണ്ടല്ലോ, അതൊന്ന് വായിച്ചേ. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി വടക്കാഞ്ചേരി ഉണ്ടല്ലോ, ഈ പിന്നെ പട്ടാമ്പി, ഈ ദേശത്തെല്ലാം അന്ധകാരം മാറണമെങ്കിൽ ഒറ്റ മാർഗമുള്ള യേശു ക്രിസ്തുവിടെ ഉയർത്തപ്പെടണം. ക്രിസ്തുവേശു ഉയർത്തപ്പെടാതെ അന്ധകാരം മാറത്തില്ല. അപ്പൊ ഇരുള മാറ്റുന്ന മഹിമയുള്ളവനാ ക്രിസ്തു. എത്ര ഈ സുവിശേഷം ചെന്നത് കൊണ്ടില്ലയോ ഇരുള് മാറിയത്? വീടിന്റെ അന്ധകാരം മാറിയത് സുവിശേഷം വന്നത് കൊണ്ടാണ്. വിക്കതികടെ അന്ധകാരം മാറിയത് സുവിശേഷം വന്നതാ. കേരളത്തിന്റെ പഴയ ചരിത്രമൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾക്ക് എന്നെയൊക്കെ നന്നായിട്ട് അറിയാം. കേരളത്തിന്റെ അന്ധകാരം മാറിയതും മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം സുവിശേഷത്തിന്റെ വെളിച്ചം വീശുന്നത് കൊണ്ടാണ്. ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യം ഒന്ന് രണ്ട് കാര്യം പറയാം. പണ്ട് സാധുക്കൾക്ക് വഴി നടക്കാനൊക്കത്തില്ല, വിദ്യ അഭ്യസിക്കാനൊക്കത്തില്ല, പള്ളിക്കുടത്തി കയറ്റുകയല്ല, ജോലി ചെയ്താൽ കൂലി കൊടുക്കത്തില്ല, ആശുപത്രികളിൽ കയറ്റത്തില്ല എല്ലാവരും. അങ്ങനെയുള്ള വല്ലാത്ത കാലം. സാധുവർഗക്കാർക്ക് വസ്ത്രം ധരിക്കാനൊക്കത്തില്ല, സ്ത്രീകൾക്ക് മാറമറയ്ക്കാനൊക്കത്തില്ല. തന്നെയുമല്ല, തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും കൊടികുത്തി വാണ്ട കാലം. ആശാൻ പണ്ട് പാടിയല്ലയോ, തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ കെട്ടില്ലാത്തവർ തമ്മിൽ ഉണ്ണാത്തവരിങ്ങനെ ഒട്ടല്ലകോ ജാതിക്കോമരങ്ങൾ കലുതുള്ളി ആടി ഉറഞ്ഞ കാലം. അപ്പം ഇതിനെല്ലാം മാറ്റം വന്നതും മാറ്റം വരുത്തിയതും സുവിശേഷമാകുന്ന വെളിച്ചം വന്നതാണ്. അപ്പോൾ സുവിശേഷം കൊണ്ട് മാത്രമേ മനുഷ്യവർഗത്തിൻ്റെ ഇരുട്ട് മാറൂ. എൻ്റെ സബ്ജക്റ്റ് അതല്ലാത്ത കൊണ്ട് ഞാൻ ആ ഭാഗം നിന്ന് പറയുന്നില്ല. അപ്പോൾ സുവിശേഷത്തിൻ്റെ സവിശേഷതയിലൊന്ന് ഇരുള് മാറ്റി. രണ്ട്, അവിടെ ഒരു പദമുണ്ട്, സന്തോഷം ജീവിതത്തിൽ വന്നു. അവിടെ ഒരു പദമുണ്ടല്ലേ മോളെ, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം. ഇന്ന് രാത്രി നിരാശാഭരിതരായിട്ട് ആയുസ്സിൽ സന്തോഷിക്കാൻ പറ്റാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഭാരപ്പെടരുത്. സാക്ഷാൽ സന്തോഷമാകുന്ന ക്രിസ്തു ഹൃദയത്തിലേക്ക് വരട്ടെ. അപ്പൊ യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവിയാൽ നമുക്ക് സന്തോഷം. ആ സന്തോഷം എങ്ങനെയാണെന്ന് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. സങ്കീർത്തനക്കാരൻ്റെ ഭാഷ പറഞ്ഞാൽ ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഗോശാലകളിൽ കന്നുകാലി കാണുകയില്ല, അത്തി ചിലപ്പോൾ തളർത്തുന്നോ, മുന്തിരി പൂവിട്ടെന്നൊന്നും വരികയില്ല, ഞെരുക്കങ്ങളൊക്കെ കണ്ടെന്ന് വരാം. പക്ഷേ യഹോവയിൽ നമ്മൾ ആനന്ദിക്കും. സ്തോത്രം. മൂത്താമ്പാക്കൽ ഉപദേശി പണ്ട് പാടി, ഈ ഭൂമിയിൽ ഇത്രയും സന്തോഷമുണ്ടെങ്കിൽ സ്വർഗത്തിലെത്രയോ മാതാവിൻ മക്കളിൽ ബന്ധുക്കളിൽ പോലും കാണാവതല്ലാത്തോരാനന്ദമേ. അപ്പൊ ഈ ഭൂമിയിൽ എത്രയും സന്തോഷം, പറഞ്ഞു തീരാത്ത സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ തന്നു.
അപ്പൊ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി കൊണ്ട് സംഭവിച്ചത്, ഒന്ന്, ഇരുട്ട് മാറി. രണ്ട്, നിത്യസന്തോഷം കൃത്തടങ്ങളിൽ കിട്ടി. സ്തോത്രം. മൂന്ന്, അവിടെ ഒരു പദം കിടപ്പുണ്ട്, ഭയം മാറി. നിന്റെ പേടി മാറാൻ ഒറ്റ മാർഗമുള്ളു, കാശ് മുടക്കൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഓടുകയൊന്നും വേണ്ട, യേശുവിൻ്റെ അടുക്ക വന്നാൽ മതി. ഇന്ന് രാത്രി സകല ഭയവും മാറും. ദൈവത്തിൻ്റെ മഹത്വം. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയാൽ മാനവജനതയ്ക്ക് വന്ന നേട്ടങ്ങളാണ്. അത് ഞാനത് അധികം വിസ്തരിക്കുന്നില്ല. 4, ക്രിസ്തു എന്ന രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ മാനവജനതയ്ക്ക് ഒരു രക്ഷിതാവ് വന്നു. ഇവൻ എത്ര മഹാനെന്ന് നോക്ക്. എബ്രായലേഖനക്കാരൻ പറയാം, നിർദോഷൻ, നിർമ്മലൻ, പവിത്രൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ വലിയവൻ, ഊനമില്ലാത്ത, പാപമില്ലാത്ത, പരമവിശുദ്ധൻ, പാപം ചെയ്യാത്തവൻ, പാപം അറിയാത്തവൻ, പാപമേശാത്തവൻ, പാപം തീണ്ടാത്തവൻ, പാപമില്ലാത്തവൻ, പരമവിശുദ്ധനായ ക്രിസ്തു. ഹല്ലേലൂയ. അതികിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ഇവൻ താനേ. അതികിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നരികിൻ സന്തതി ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. നീക്കുവിൻ ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊടുത്തോനും ഇവൻ താനേ. നീക്കുവിൻ ഇവനെ എന്നലറി ശത്രുഗണം ക്രൂശിപ്പാൻ കൊടുത്തോനും ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. തന്നെ തനിക്കായി വീണ്ടെടുത്ത സുന്ദര രക്ഷകൻ ഇവൻ താനേ. തന്നെ തനിക്കായി വീണ്ടെടുത്ത സുന്ദര രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശു രക്ഷകൻ ഇവൻ താനേ. ഇതുപോലെ യോഗ്യനായ ഒരുവനില്ല. പഴയ TPM-കാരുടെ പാട്ടാണ്. ഭാവത്തങ്ങളത് പാടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പഴയ നല്ല പാട്ടാണ്. ഇതുപോലെ യോഗ്യനായ, ശ്രേഷ്ഠനായ, ഉന്നതനായ, പേനുകം തകർത്ത് എന്നെ വീണ്ടെടുത്ത സുന്ദര രക്ഷകൻ, പിശാചിന്റെ പിടിയിൽ നിന്ന്, നാശകന്റെ കയ്യിൽ നിന്ന് യേശു നമ്മെ രക്ഷിച്ചു. നിനക്ക് രക്ഷപ്പെടാൻ ഒറ്റ മാർഗമുള്ളൂ, യേശു ക്രിസ്തു മാത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ, ഇന്നാന്നെ പ്രസംഗം ഒക്കുന്നുണ്ട്, അതാ, ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമം. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ഇന്നത്തെ പ്രസംഗം പെന്തിക്കോസുകാർക്ക് വേണ്ടി ആയിരിക്കത്തില്ല. അത് നടത്തിപ്പുകാരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലപ്പം ഇടയ്ക്ക് കയറി വരും. അവരെല്ലാം ഒരാഴ്ച എടുത്തുകൊണ്ട് പോയോ? അവിടെ ഉണ്ട്. ദൈവത്തിൻ്റെ മഹത്വം. ഇതുപോലെ ഈ ആയുസ്സിൽ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം സുന്ദര രക്ഷകനാകുന്ന ക്രിസ്തുവിനെ ആരാധിക്കുന്നതാണ്.
ഞാൻ എല്ലായിടങ്ങളിലും പറയാറുണ്ട്, യേശു ക്രിസ്തു അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല, ക്രിസ്തു നിത്യനാ. യേശു ക്രിസ്തുവിനെ ആരും കണക്കിടരുത്. ഇത്ര വർഷമായുള്ള 2000 ചില്ലുവാനതിൻ്റെ കണക്കാ, അതൊന്നുമല്ല, അതിനൊക്കെ മുമ്പേ ഉള്ളവനാ ക്രിസ്തു. പിന്നെ ഭൂമിയിൽ അവതരിച്ചതിൻ്റെ കണക്കായി പറയുന്ന ക്രിസ്തു അതിനൊക്കെ മുമ്പേ ഉള്ളവനാ. പിന്നെയും പാട്ട് വരുന്നു. ഇതിനകത്ത് നല്ല വേദനയും പത്തപ്പാടില്ല ഞാനിരുന്നത്. എന്നാലും പാടി അങ്ങ് വീഴുക എന്നെങ്കിൽ അതില്ലയോ നല്ലത്. മുന്നേ ഇരുന്നവൻ നീ, മുന്നേ ഇരുന്നവൻ നീ, എന്നും മാറാതിരുന്നവൻ നീ. മുന്നേ ഇരുന്നവൻ നീ, എന്നും മാറാതിരുന്നവൻ നീ. വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിതാ വല്ലവനേ. വന്നവൻ നീയെ, വരാനുള്ളവൻ നീയെ, വന്നിതോ വല്ലഭനേ. സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ. സുന്ദര രക്ഷകനേ, എനിക്കാനന്ദ കാരണനേ. ഇന്നലെ സുന്ദര രക്ഷകനേ, സുന്ദര രക്ഷ കാരണനേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനേ. വന്ദനം വന്ദനമേ. ഇന്നലെയും ഇന്നും എന്നും അനന്യനേ. വന്ദനം വന്ദനമേ. സുന്ദര രക്ഷകനേ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ഇതുപോലെ സൗന്ദര്യമുള്ള മഹിമയുള്ള മഹത്വമുള്ള യോഗ്യനായ ശ്രേഷ്ഠനായ ഒരുവനില്ല. യേശു ക്രിസ്തു എല്ലാറ്റിനും മീതെയുള്ളവൻ. അപ്പോൾ അടുത്ത കാലത്ത് മുളച്ച് കിളിച്ച് പൊങ്ങി വന്ന പുത്തൻ ദൈവമല്ല ക്രിസ്തു. ക്രിസ്തു നിത്യനാ, അനാദിയായും ശാശ്വതമായുള്ള ദൈവം, സകലത്തിനും മുമ്പേ ഉള്ളവൻ, സർവ സൃഷ്ടിക്കും സ്തോത്രം. ഹല്ലേലൂയ. സാറ് ഒരു ചൊല്ലി നിങ്ങൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. സാറ് ഒരു ചൊല്ലി സകല ലോകങ്ങൾക്കും അധികാരണമിവൻ. ആരാ? ക്രിസ്തു. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദവാന്തിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവനാ. ഹൈന്ദവ പുരാണം പഠിപ്പിക്കുന്നത് 14 ലോകമുണ്ടെന്ന്. അതലം വിതലം നിതലം സുതലം. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എന്താ? അപ്പോൾ 14 ലോകം, 14, 20, 28 എത്രയാകട്ടെ, ഞാൻ എതിർക്കുന്നില്ല, ഞാനും അങ്ങ് യോജിക്കുക. എത്രയുണ്ടേലും കൊള്ളാം. സാറിൻ്റെ ഭാഷ്യമാ. സകല ലോകങ്ങൾക്കും അധികാരണമിവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ. പഞ്ചഭൂതം. തീ ദൈവമാണെന്നും പറഞ്ഞ് നടക്കരുത്. തീയെ സൃഷ്ടിച്ചത് ദൈവമാ. വെള്ളം ദൈവമാണെന്നും പറഞ്ഞ് മേലോട്ട് താഴോട്ട് തട്ടരുത്. വെള്ളമല്ല ദൈവം, വെള്ളത്തെ നിർമ്മിച്ച ദൈവമുണ്ട്. വായു ദൈവമാണെന്നും പറഞ്ഞ് കയറി പിടിക്കാൻ നടക്കരുത്. വായുവിനെയൊക്കെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. തല്ല് കൊള്ളുകയാണെങ്കിൽ എല്ലാവരും കൊള്ളും, ഞാൻ തന്നല്ല.
ഞാൻ തന്നെ തല്ലുകൊണ്ട് വെച്ച് പോകും, നിങ്ങളാരും കരുതുകയും വേണ്ട. മൈക്ക് എൻ്റെ കയ്യില ഊട് പാടി ഞാൻ തല്ലി മേടിപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് സ്വോത്രം പറഞ്ഞിരുന്നാൽ കിട്ടുന്നത് നമുക്കെല്ലാം കൂടെ വീതിച്ചെടുക്കാം. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ, സകല ഭൂതങ്ങൾക്കും ആകാരപ്രദനിവൻ, സകല ദേവവൃന്ദ വന്ദിത പദാംബുജൻ, സകല നിഷ്കലത്വം പേറും പെരിയവൻ, ശ്രുതി കിട്ടോ നല്ലതാ. ആഗമകാരന്മാരിലാതമൻ മോചതും സർവാഗമ പൊരുളാകുമിമ്പരാജഗിരിക്ക് ഏലന്നോര പ്രിയമാം നാമമോദികത് മൂലവസ്തുവാം നാഥനുപദേശിച്ചതല്ലോ ഈ ലോകി ശബ്ദായിയും യലോകിയും അടോണായി വിലോപമെന്നേ യാഗ്വേ യഹോവയാകുന്നല്ല മോശീയ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള നാമം ഈശനാൽ പ്രകാശിതമെന്നേ വേണ്ടു. കൂടെ വിഗ്രഹനായിട്ടെങ്കിലും വർദ്ധിക്കലും കൂടസ്ഥൻ നിജാശയനാത്മാവെന്നിവ രണ്ടും കാലാനുസാരം പ്രകടീകരിച്ചിടും. ആ പുഷ്പകാലത്ത് കളകണ്ഠം കളകൂചിതം പോലെ അല്ലായെങ്കിൽ അതീജനെ മനുഷ്യരറിയുന്നാൽ ഇവൻ അഗാധസ്ഥിതനല്ലോ. പ്രപഞ്ചത്തിന്റെ മൂലകന്ധത്തെ കണ്ടെത്തുവാൻ പ്രപഞ്ചവാസികൾക്ക് കഴിവില്ലായ്ക മൂലം മോശയിൻ നാവിനെ നീ പ്രവർത്തിക്ഷമമാക്കി സ്വാശയം കഴുതയെ കൊണ്ട് നീ പറയിച്ചു ദാശരെ പ്രഭാഷണപ്പെടുക്കളാക്കി തീർത്തു. മോചമായി ഒന്നുമില്ല നിന്നുടെ കരം ചേർന്ന ഓടിക്ക് നിർമ്മാതാവേ ദൈവ നിർണയമാകുമാടിയിൽ ആരിറങ്ങും. അത് മുഴുവൻ അങ്ങ് ചൊല്ലിപ്പിടിപ്പിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പെന്തിക്കോസുകാരോടല്ല കൂടുതൽ പറഞ്ഞത്, ഇതൊക്കെ അറിയാവുന്ന ആൾക്കാരെ പാലത്തിൽ അവിടെയൊക്കെ നിൽപ്പുണ്ട്. ഇന്ന് ആ ഭാഗം തന്നെ വിസ്തരിച്ച വെളുക്കോളം വിസ്തരിക്കാനുണ്ട് അതിനകത്ത്. സകല ലോകങ്ങൾക്കും ആദികാരണം ഇവൻ ആരാ? ക്രിസ്തു. സകല ഭൂതങ്ങൾക്കും ആഹാരപ്രദൻ ക്രിസ്തു. സകല ദേവവൃന്ദ വന്ദിത സകല എണ്ണവും മുട്ടുമടക്കും. ഇപ്പൊ ആളുകൾ വെച്ച് നടക്കുന്ന സകല എണ്ണവും യേശുവിൻ്റെ മുന്നിൽ എല്ലാ നാവിനെ കൊണ്ട് ഏറ്റു പറയിപ്പിക്കും. ഇപ്പം നീ ദൈവം കളിച്ച് കിടക്കുക, ആണും പെണ്ണും എല്ലാം അങ്ങ് ദൈവം കളിക്കുക. പെണ്ണുങ്ങളൊക്കെ അന്ന് ദൈവം കളിച്ചാൽ നല്ല കാശുവാ. നിങ്ങളെ അതിനും കൊള്ളുക, ഓത്രം പറയാൻ പോലും കൊള്ളുകല്ല. പിന്നെ ദൈവം കളിക്കുക. അതൊക്കെ മൂച്ചുള്ള പെണ്ണുങ്ങളുണ്ട്, അവർ ദൈവം കളിച്ച് കാശുണ്ടാക്കുന്നുമുണ്ട്. അവിടെ ഇരി. സകല നാവും ഏറ്റു പറയുന്നൊരു സുതനുമുണ്ട്. എന്നാണ് എല്ലാ മുഴങ്കാലും എൻ്റെ മുമ്പിൽ, എല്ലാ നാമത്തിലും മേലായ നാമം, പരിശുദ്ധ നാമം, മഹിമയുള്ള നാമം, സൗരഭ്യം പരത്തുന്ന നാമം, സുന്ദര നാമം, ശ്രേഷ്ഠ നാമം. സകലത്തെയും നിർമ്മിച്ചവൻ, സകലത്തെയും പടച്ചവൻ, സകലത്തെയും സൃഷ്ടിച്ചവൻ, സകലത്തിൻ്റെ ലാക്കും സകലത്തിൻ്റെ കാരണഭൂതനും ഞാൻ നിങ്ങളും ആരാധിക്കുന്ന യേശു ക്രിസ്തു. സ്തോത്രം. ഞാൻ ആ ഭാഗം വിസ്തരിക്കുന്നില്ല. കർത്താവ് ഇടയ്ക്ക് രണ്ട് ചൊല്ലിയെന്നേ ഉള്ളു. പിന്നെ ഇവരും കൈ കിണങ്ങി കിട്ടിയതുകൊണ്ട് ദൈവത്തിന് മഹത്വം. യേശു ക്രിസ്തു എല്ലാറ്റിലും മീതയുള്ളവൻ. ആ ക്രിസ്തുവേശുവിൻ്റെ തിരുപ്പിറവി കൊണ്ട് കൈവന്ന നേട്ടങ്ങളാണ്. 1, ഇരുട്ട് മാറി. 2, സന്തോഷമുണ്ടായി. 3, ഭീതി മാറി, പേടി മാറി. 4, ഒരു രക്ഷകനെയും കിട്ടി. ഇതുപോലെ സ്തോത്രം. ഇത് മതിയല്ലോ ഈ ആയുസിൽ. ആട്ടെ, എടുത്ത വാക്യത്തോട് കൂറു പുലർത്തണം. ഇല്ലേ നിങ്ങൾ പറയും പുള്ളി അങ്ങ് ആട് കയറിപ്പോയി. അതുകൊണ്ട് എടുത്ത വാക്യത്തോടൊന്ന് കൂറു പുലർത്തുക. നമ്മൾ വായിച്ചത് യോഹന്നാന്റെ സുവിശേഷം 1:35-36 വല്യോ നമ്മളെന്ന് വായിച്ചേ. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്.
കടന്നു പോകുന്ന ക്രിസ്തുവേശുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ യാതൊരു സങ്കോചവും കൂടാതെ തൻ്റെ ശിഷ്യവൃന്ദങ്ങളോട് ഉച്ചസ്ഥരം വിളിച്ചു പറയുകയാ, അതാണ് കുഞ്ഞാട്. യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നും കുരുളറക്കപ്പെട്ട കുഞ്ഞാടെന്നും യോഗ്യനായ കുഞ്ഞാടെന്നൊക്കെ പല ഇടങ്ങളിൽ ഈ പുസ്തകത്തിൽ അലങ്കാര ഭാഷയിലും ഉപമകളിലും ഉപമാനമായിട്ടും ഉപമേയത്വമായിട്ടും ഒക്കെ ക്രിസ്തുവിനെ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഉത്തമഗീതം മുഴുവൻ ഉപമയാണല്ലോ. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ വരച്ച് കാട്ടിയിട്ടുണ്ട്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുകയാ, ഇതാ കുഞ്ഞാട്. ഇന്ന് രാത്രി കുഞ്ഞാട് എന്നൊരു ചെറിയ സബ്ജക്റ്റ് നമ്മളൊന്ന് ചിന്തിക്കുക. കുഞ്ഞാട് സ്തോത്രം. അപ്പോൾ ആ കുഞ്ഞാടാകുന്ന ക്രിസ്തുയേശു, യോഹന്നാന്റെ സുവിശേഷം നമുക്കറിയാം. അതിൻ്റെ ആകെ തുക, അതിൻ്റെ പ്രതിപാദ്യ വിഷയം തന്നെ യേശു ക്രിസ്തു ദൈവമാണെന്ന് തെളിയിക്കുക. യേശു ക്രിസ്തുവാണ് ഏകദൈവം, സത്യദൈവം, നിത്യദൈവം, സാക്ഷാൽ ദൈവം. യേശു ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അത് ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇവിടെ ഉണ്ടെന്ന് സാക്ഷിക്കാരെന്ന് പറയും. സാക്ഷിക്കാർ ഇവിടെ ഉണ്ടോയെന്ന് അറിയത്തില്ല. എങ്ങാനും വന്ന് മണപ്പരപ്പ് ഇരിപ്പുണ്ട്. സാക്ഷി നിന്നോട് പറയാ യേശു ക്രിസ്തു ദൈവമാണ്. സാക്ഷിയോടാണേ യേശു ക്രിസ്തു നിത്യദൈവമാണ്. അണ്ടാ യോഹന്നാൻ്റെ 1-ാം ലേഖനം 5-ന്റെ 10 വായിച്ച നമ്മളെ. അതാ ആ വാക്യം അത് 10 ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവനുള്ളിൽ ആ സാക്ഷ്യമുണ്ട്. ദൈവത്തെ വിശ്വസിക്കാത്തവൻ ദൈവം തന്റെ പുത്രനെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം വിശ്വസിക്കായകയാൽ അവനെ അസത്യവാദിയാക്കുന്നു. ആ സാക്ഷ്യമോ ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് 20-ാം വാക്യത്തിൽ 10-20 അവൻ സത്യദൈവവും നിത്യജീവനുമാണ്. യോഹന്നാന്റെ 1-ാം ലേഖനമാണ്. ദൈവപുത്രൻ വന്നു എന്നും അത് തന്നെ 20-ാം വാക്യം. അത് തന്നെ. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അടുത്ത പദം അവൻ സത്യദൈവവും, അത് സാക്ഷിക്കുള്ള വാക്യവാ. സാക്ഷി കേട്ടോണം. അവൻ സത്യദൈവവും ആ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാണ്. യേശു ക്രിസ്തു സത്യദൈവമാണ്, നിത്യജീവനാ. ഒരു വാക്യം കൊണ്ട് വായിച്ചോ. 2 സാക്ഷി കൊണ്ടും 2 വാക്യം കൊണ്ടൊക്കെ എല്ലാം തെളിയിക്കാമെന്നും പുസ്തകത്തിലുണ്ടല്ലോ. ആ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11-ൽ മഹാദൈവം എന്നാണ് കൊടുത്തേക്കുന്നത്. അതും സാക്ഷിക്കാന്നേ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അത് വേറെ ആളാണ് വായിക്കുന്നത്. അതറിയാനുണ്ട്. എന്നാലും വായിച്ചോ, കുഴപ്പമില്ല, വാക്യം നല്ലതാണ്. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തു പോരെ. നേരത്തെ വായിച്ച വാക്യത്തിൽ സത്യദൈവം നിത്യജീവനുമാ ക്രിസ്തു. ഇവിടെ വായിക്കാം മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ ക്രിസ്തുയേശു. അപ്പൊ യേശുക്രിസ്തു നിത്യദൈവമാണ്, സത്യദൈവമാണ്, ഏകദൈവമാണ്, സാക്ഷാൽ ദൈവമാണ്, ജീവനുള്ള ദൈവമാണ്. ആ ദൈവത്വമാണ് യോഹന്നാൻ തെളിയിക്കുന്നത്. യോഹന്നാന്റെ എഴുത്തിന്റെ ഉദ്ദേശം സഭയ്ക്ക് വേണ്ടിയാണ്. സഭയെ ഉദ്ദേശിച്ചെഴുതിയതാണ്. മത്തായി യഹൂദന്മാരെ ഉദ്ദേശിച്ചെഴുതി. അതുകൊണ്ട് ആ പാരമ്പര്യമെല്ലാം തുടക്കത്തിൽ അബ്രഹാമിൻ്റെ പുത്രനായി, യേശുക്രിസ്തുവിൻ്റെ പുത്രനായി അല്ലേ, അബ്രഹാമിൻ്റെ പുത്രനായി, ദാവീദിൻ്റെ പുത്രനായി, യേശുക്രിസ്തുവിൻ്റെ വംശാവലി. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു, യാക്കോബ് യഹൂദയവൻ്റെ സഹോദരന്മാരെ ജനിപ്പിച്ചു, യഹൂദാദാമാരും പാരസിനെയും സേരകരും ജനിപ്പിച്ചു. അങ്ങനെ ദാവീദ് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. അത് പാരമ്പര്യമാണ്. അവർക്കിത് കേൾക്കുന്ന ഇഷ്ടമാണ്. ലൂക്കോസ് യവനായരെ ഉദ്ദേശിച്ചെടുത്ത് ചരിത്രം തെളിവിട്ടെഴുതി. മർക്കോസ് അന്നത്തെ റോമൻ ഭരണമാണ്. അവരെ ഉന്നം വെച്ചാൽ മർക്കോസ് എടുത്തി. കാരണം റോമാക്കാർക്ക് ഒത്തിരി ഒന്നും ദീർഘമായിട്ട് പറയുന്നതും ഒന്നും ഇഷ്ടമല്ല. ഷോർട്ടായിട്ട് പറഞ്ഞോണം, അത് സ്റ്റാൻഡേർഡായിട്ട് പറഞ്ഞോണം. അതുകൊണ്ട് ആ മർക്കോസിൻ്റെ സുവിശേഷം 16 അധ്യായമേ ഉള്ളൂ. ഈ വല്യപ്പന്മാരുടെ പേരെല്ലാം പറഞ്ഞ് മത്തായി 24 അധ്യായം എടുത്ത്, മത്തായി 28 ചരിത്രമെല്ലാം കൂടെ പറഞ്ഞ് ലൂക്കോസ് 24 എടുത്തു. മർക്കോസ് റോമാക്കാരെ ഉന്നം വെച്ച് എഴുതിയത് കൊണ്ട് അവർക്ക് ഒത്തിരി ഒന്നും വലിച്ചു വാരി, നാടൻ ഭാഷ പറഞ്ഞ് വലിച്ചു വാരുന്ന ഇഷ്ടമല്ല. എന്നാൽ കാതലായ കാര്യമല്ല അതിനകത്തുണ്ട്. 16 അധ്യായത്തിൽ ഒതുക്കി. അപ്പം അതുകൊണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് യോഹന്നാൻ്റെ എഴുത്ത്. യോഹന്നാൻ
ദൈവസഭയെ ഉദ്ദേശിച്ചെഴുതി. ദൈവസഭയ്ക്ക് ചരിത്രം നല്ലതാ, ചില നല്ല പാരമ്പര്യം നല്ലതാ. എന്തോ നല്ല പാരമ്പര്യം, ഞാൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കുന്നത് നല്ലതാ. പ്രാർത്ഥിക്കുമ്പോൾ കണ്ണടയ്ക്കുന്നു, അതും ഒരു നല്ല കാര്യമാണ്. അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ നല്ലതാണ്. എന്നാൽ ദൈവസഭ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതും ഊന്നൽ കൊടുക്കുന്നതും തിരുവചനത്തിനാണ്. അതുകൊണ്ടാണ് യോഹന്നാനെ തൊടുകൈക്ക് കൊടുത്തിരിക്കുന്നത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമാണ്. നമുക്ക് ആവശ്യം വചനമാണ്. ആ വചനം ക്രിസ്തുവാണ്, അത് ദൈവമാണ്. അപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ ദൈവത്വം കൊണ്ട് തെളിയിച്ചു. ഓരോ അധ്യായത്തിലും അതൊന്നും വിവരിക്കുന്നില്ല. ഇവിടെ 1-ാം അധ്യായത്തിൽ കടന്നു പോകുന്ന യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കൊണ്ട് യോഹന്നാൻ പറയുക, ഇതാ ആ ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പൊ യേശു ക്രിസ്തുവിനെ കുഞ്ഞാടെന്നും ദൈവ കുഞ്ഞാടെന്നൊക്കെ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. ഈ കുഞ്ഞാട് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവാകുന്ന കുഞ്ഞാട്. നിങ്ങൾ വചനത്തിൽ തിട്ടമുള്ളവരാണല്ലോ. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത മാനവജനതയുടെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ സ്വർഗമഹിമ വെടിഞ്ഞ് ഇഹലോകത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 35 വാക്യങ്ങളിൽ ആ 35-ാം വാക്യം ഞാൻ പറയാറുണ്ട് ആൻസറാ. വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. 35. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാരിൽ 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് യേശുവിനെ നോക്കി ചൂണ്ടിയച്ച് പറയുകയാണ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാണ് കുഞ്ഞാട്. ഇത് ഞാൻ എപ്പോഴും പറയും, ഇത് ആൻസറാ. ഇതൊരു ആൻസറാ. ആണ്ട കുഞ്ഞാടെന്ന് ചോദ്യം കിടക്കുന്ന ഉൽപ്പത്തിയില്ല. നിങ്ങൾക്ക് വചനത്തിൽ തിട്ടമുള്ളവരാ. ചോദ്യം ഉൽപ്പത്തിയില്ല. വിശ്വാസികളുടെ പിതാവെന്ന് അറിയപ്പെടുന്ന അബ്രഹാമിന് പരീക്ഷ സംഭവിച്ച സന്ദർഭത്തിൽ ഒരു രാത്രി ദൈവം പറഞ്ഞു, അബ്രഹാമെ, നീ സ്നേഹിക്കുന്ന ഏകജാതനാകുന്ന ഇസഹാക്കിനെ ഞാൻ പറയുന്ന മോറിയാമലയിൽ കൊണ്ടുപോയി ഹോമയാഗം അർപ്പിക്കണം. അരുളപ്പാട് കെട്ടി അബ്രഹാം അടങ്ങിക്കിടന്നില്ല. അബ്രഹാം അധികാരത്തിടുന്നിട്ട് കരുതയ്ക്ക് കൂപ്പിട്ട് ബാല്യക്കാരെയും ക്രമപ്പെടുത്തി തൻ്റെ മകനാകുന്ന ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് കത്തിക്കും പിറകും തീയുമെല്ലാം എടുത്ത് മന്ദം നടന്ന് അങ്ങനെ അവർ യാത്ര ചെയ്ത് ദൂരെ വെച്ച് അബ്രഹാം മോറിയാമല കണ്ടുടനെ ബാല്യക്കാരോട് പറഞ്ഞു, ഭാഗം അറിയാം, നിങ്ങൾ ഈ കരുതയുമായിട്ട് ഇവിടെ ഇരിക്കുക, ഞാനും ബാലനും അവിടുത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാം. അത് വിശ്വാസത്താൽ പ്രഖ്യാപിച്ചതാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കണം, ഞങ്ങൾ രണ്ടും പോയിച്ച് തിരിച്ചു വരാം. ഇന്നത്തെ അബ്രഹാം ആരെന്നെ പറഞ്ഞതിന്, മോനെ കഴുതയ്ക്ക് ചുംബനം കൊടുക്കും, ഇനിയും കാണുമെന്ന് വലിയ പ്രതീക്ഷയൊന്നും, അന്ത്യചുംബനം കഴുതയ്ക്ക് ഇരിക്കട്ടെ. അബ്രഹാം നല്ല വിശ്വാസമാണ്, ക്ഷീണിച്ചില്ലെന്നാണ് എഴുതിയേക്കുന്നത്. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. അബ്രഹാം വിശ്വാസത്താൽ അങ്ങ് പ്രഖ്യാപിക്കുക. അതിന് വിശ്വാസ പ്രഖ്യാപനം, ഫെയ്ത്ത് ഡിക്ലറേഷൻ എന്നാണ്. അങ്ങനല്ലേ ഇംഗ്ലീഷ്? ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ, ഭാരതപ്പുഴ കൺവെൻഷൻ തീരുകയല്ലേ. അപ്പോൾ വിശ്വാസ പ്രഖ്യാപനം. നിങ്ങൾ ഈ കരുതയുമായിട്ട് ഇവിടെ ഇരിക്കേ, ഞാനും എൻ്റെ ഇറുക്കനും, ഞാൻ ബാലനെന്ന് വന്നാൽ ഞാനും എൻ്റെ ഇറുക്കനും അവിടെ ചൊല്ലും, ഞങ്ങൾ ആരാധിക്കും, ഞങ്ങൾ രണ്ടും തിരിച്ചിവിടെ വരും. വിശ്വാസമാണ്. ഇന്ന് രാത്രി വിശ്വാസമാക്കേ പറയാവൂ. നിരാശകളുടെ ഒരു പറ നിൻ്റെ വായിന്ന് വരരുത്. ഈ രോഗം നിന്നെ മുടിക്കാനല്ല, നിന്നെ വിടിവിക്കാനാ. ഈ പ്രശ്നം നിന്നെ തകർക്കാനല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടാനാ. ഇപ്പോൾ അനുഭവിക്കുന്ന വ്യതയും വേദനയും ആമൻ ദൈവം കാണാതിരിക്കുകയല്ല, ദൈവം ഇതെല്ലാം അറിഞ്ഞോണ്ട. പക്ഷേ ഇതിൻ്റെ നടുവിൽ ദൈവനാമം മഹത്വപ്പെടാൻ പോവാ. വിശ്വാസത്തിൻ്റെ വാക്കേ പറയാവൂ. അപ്പോൾ ഞാൻ വിസ്തരിക്കുന്നില്ല. അപ്രകാരം വിശ്വാസവാക്ക് പറഞ്ഞ് ഇവിടെ ഇരിക്കുക, ഞങ്ങൾ പോയിച്ച് വരാമെന്ന്. അങ്ങനെ തിരിച്ചു വന്നല്ലോ. ആ ഭാഗം എല്ലാം എടുക്കുന്നില്ല. അവരോടെ ചെന്ന് വിശ്വാസത്താൽ അബ്രഹാം മോറിയാമലയിൽ ചെന്നു, കൊച്ചനെ പിടിച്ച് കണ്ടിക്കാനായിട്ട് അവിടെ യാഗപീഠത്തിൽ കിടത്തി. അബ്രഹാം കത്തി എടുത്തപ്പോൾ കർത്താവ് പറഞ്ഞു, അവറാച്ച ബാലൻ്റെ മേ. പണ്ടൊക്കെ ഞാനും പ്രസംഗിച്ചത് അബദ്ധം, കാരണം പുസ്തകം ശരിക്കും വായിക്കുന്നില്ലല്ലോ. ചെല്ല് പറഞ്ഞും കേട്ടിട്ടുണ്ട്. അബ്രഹാം കത്തി എടുത്ത് ഇങ്ങനെ വീശി, അങ്ങനെയൊന്നും പുസ്തകത്തില്ല. അബ്രഹാം കത്തി എടുത്തന്നേ ഉള്ളൂ. ഇനി വീശി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആൾക്കാർ നമുക്കൊരു ഞെട്ടലൊക്കെ വരണമല്ലോ ഇടയ്ക്ക്. അപ്പം അബ്രഹാം കത്തി എടുത്ത ഉടനെ കർത്താവ് പറഞ്ഞു, അവറാച്ച ബാലനെ കണ്ടിക്കരുത്. കാരണം കത്തി എടുത്തപ്പോഴേ കർത്താവിന് മനസ്സിലായി അവറാച്ചൻ കണ്ടിക്കും. നമ്മൾ കത്തി എടുത്തൊരു 3-4 ഓങ്ങ് ആത്മാവ് ഹല്ലേലൂയ. കാരണം കണ്ടിക്കണ്ടെന്നെങ്ങാനും ഈ സമയം കൊണ്ട് അവറാച്ചൻ കത്തി എടുത്തപ്പോഴേ കർത്താവ് പറഞ്ഞു അവറാച്ചൻ കണ്ടിക്കുന്നതിനമാ. കത്തി എടുത്തപ്പോഴേ പറഞ്ഞു കണ്ടിക്കരുത് കണ്ടിക്കരുത് കണ്ടിക്കരുത്. അബ്രഹാം തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു ആട്ടുംകുട്ടിയെ കണ്ടു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇസഹാക്കിനെ യാഗം കഴിച്ചതായിട്ടില്ല, പകരം ഒരു ആട്ടുംകുട്ടി അവിടെ യാഗം കഴിച്ചു.
പക്ഷേ ഈ സംഭവം യാഗമായിട്ട് ദൈവം അംഗീകരിച്ചു. എബ്രായ ലേഖനത്തിൽ വായിക്കുന്നത് വിശ്വാസത്താൽ അബ്രഹാം തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചെന്ന 11-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിച്ചു. അറിവുള്ള വാക്യമെങ്കിലും ഒന്നുകൊണ്ടൊന്ന് വായിച്ചു. 11:17 പെട്ടെന്ന് വായിര്. എബ്രായ ലേഖനം. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസ്ഹാക്കിനെ യാഗമർപ്പിച്ചു. യാഗം അർപ്പിച്ചെന്ന് ഉൽപ്പത്തിക്കൽ ഇസ്ഹാക്കിനെ യാഗം അർപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ സംഭവം യാഗമായിട്ട് ദൈവം. അതിന് കാരണം യാഗം കഴിക്കാമെന്ന് വന്നവൻ്റെ മനസ്സ് നോക്കിയപ്പോൾ പൂർണ്ണ സമർപ്പണമാണ്. നമ്മൾ പാട്ടൊക്കെ പാടും, മുറ്റിഞ്ഞാൻ തൂങ്ങിച്ചത്ത പോലെ കിടക്കുന്നതല്ലാതെ അത് സ്റ്റേജിൽ നിൽക്കുമ്പോളേ മുറ്റിഞ്ഞാൻ നമ്മൾ എത്ര ആട്ടം കണ്ടതാ. അബ്രഹാം പൂർണ്ണ സമർപ്പണമാണ്. ദൈവം ഹൃദയത്തിലോട്ട് നോക്കിയപ്പോൾ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് നിൽക്കുക. ആ പാട്ടൊന്ന് പാടിക്കുക. ചരണം എൻ കർത്താവേ വാഴ്ത്തപ്പെട്ട കുഞ്ഞാടേ താഴ്മയായി ഓമ്പിടുന്നു രക്ഷിക്കാനെ ഇപ്പോൾ താഴ്മയായി ഓമ്പിടുന്നു ഇന്ന് രാത്രി പൂർണ്ണ സമർപ്പണം. ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന് സമർപ്പിച്ചാൽ പിന്നെ നമ്മുടെ ഇഷ്ടമൊന്നും നടത്തരുത്. ചമ്പേന ഞാൻ എഴുന്നേറ്റ് വാ. ഇനിയിപ്പം നിന്ന് പ്രസംഗമില്ല, ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ചിലതിനൊക്കെ ബോധം വരുവുള്ളൂ. എനിക്ക് പേന തരുന്നതായിട്ട് ഇങ്ങോട്ട് ഞാൻ തിരിച്ചു തരാൻ പേടിക്കൊന്നും വേണ്ട. ഇതെനിക്ക് സമർപ്പിച്ചിരിക്കുക ഇല്ലയോ? അവിടെ പോയി ഇതെനിക്ക് തന്നു, ബേച്ചാനിഞ്ഞ് തന്നു. ഇനിയിപ്പം ഞാൻ ഈ പേന കൊണ്ട് ചിലപ്പോൾ സൈൻ ചെയ്യും, ചിലപ്പോൾ കുത്തി വരയ്ക്കും, ചിലപ്പോൾ കണക്ക് കൂട്ടിയെന്ന് വരും, ചിലപ്പം ബേച്ചാനെ തന്നെ ഞാൻ ഇതിനകത്തിട്ട് കൂട്ടും. എനിക്കിഷ്ടമുള്ളതാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് വെച്ചാൽ എൻ്റെ പേനയാണെന്നും മനസ്സിലായോ? നീ കർത്താവിനെ സമർപ്പിച്ചാൽ നിന്റെ ഒരു വിഷയവും പിന്നെ പൊങ്ങി വരരുത്. അതിനൊക്കെ ക്രിസ്തീയ ഭാഷ പറഞ്ഞ പ്രതിഷ്ഠാജീവിതം വേണം. പ്രതിഷ്ഠ, ത്യാഗജീവിതം, സമർപ്പണം, പ്രതിഷ്ഠ. നമുക്ക് നല്ല പ്രതിഷ്ഠയാ. യോഗത്തിന് വന്ന് അനങ്ങാതിരിക്കുക. നമ്മൾ ചോദിക്കും അനങ്ങുന്നില്ലല്ലോ, പ്രതിഷ്ഠയാ. പുള്ളിയുടെ അപ്പുറയിരിക്കുന്ന പുള്ളി അനങ്ങുന്നില്ലോ, അതും പ്രതിഷ്ഠയാ. അപ്പൊ ഈ ഒരു പന്തിക്ക് മൊത്തം അത് മുഴുവൻ പ്രതിഷ്ഠയാ. യോഗത്തിന് വന്ന് അനങ്ങാതെ പമ്മിയിരിക്കുന്ന നല്ല പ്രതിഷ്ഠ. അത് ദൈവത്തോട് നന്ദിയില്ലാഞ്ഞിട്ടാ. അത് നന്ദിയില്ലാഞ്ഞിട്ടാ. നന്ദിയില്ലല്ലോ. ജീവിതത്തിൽ പ്രതിഷ്ഠ വേണം. ഈ ജീവിതത്തിൽ പ്രതിഷ്ഠ വേണമെങ്കിൽ എല്ലാവരെയും കൊണ്ട് ഒക്കത്തില്ല, പക്വതന്മാരെ കൊണ്ട് ഒക്കൂ. ഇപ്പൊ ഈ പക്വതന്മാര് കുറവാ, എല്ലാം മിടുക്കന്മാരാ എല്ലാം. പിന്നെ നമ്മൾ ചോദിക്കില്ല പുള്ളി എങ്ങനെയുണ്ട്, പുള്ളി മിടുക്കനാ. പുള്ളി മിടുക്കനാ. പുള്ളി തല്ലുണ്ടാക്കുമോ? അയ്യോ പറന്നടിക്കും. ഈയുടെ സഭയിലൊരു പ്രശ്നമുണ്ടായി, പുള്ളി മിറ്റത്തോട്ടിറങ്ങിട്ട് പറന്നടിച്ചു. പുള്ളി പഴയ വള്ളുവനാടനാ. മിടുക്കനാ. പുള്ളി തെറി പറയുമോ? അയ്യോ. നല്ല സഭാ കമ്മിറ്റി കൂടി പുള്ളി ഒരു കണ്ണുപൊടും. ഓ, കൊടുങ്ങല്ലൂർ പോലെ ഇതുപോലത്തത് അതല്ലേ വലിയ വള്ള്. മിടുക്കന. പുള്ളി പ്രസംഗിക്കുമോ? അയ്യോ കേൾക്കണം.
വായുവിളിക്ക് പോകുന്നതിനോടെ നിന്ന് കേട്ടാച്ചേ. മിടുക്കന ദൈവത്തിനെ മിടുക്കന്മാരെ വേണ്ട. ദൈവത്തിന് പ്രതിഷ്ഠ ചെയ്തവരെയും ഭക്തന്മാരെയും മതി. കാരണം ദൈവം നല്ല മിടുക്കനാ. നിന്റെ മിടുക്കൊന്നും ദൈവത്തിന് വേണ്ട. ഞാൻ ഈ വിഷയം പറയുമ്പം മിക്കപ്പോഴും പറയാറുണ്ട്, കേരളത്തിൽ പണ്ട് ഭക്തന്മാരുണ്ടായിരുന്നു. അതിലൊരു ഭക്തനായിരുന്നു മൂത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞ്. പരമഭക്തന്, എല്ലാവരും സാക്ഷ്യം കൊണ്ട ഒരാളാണ്. അദ്ദേഹത്തിന് വരുന്ന പുള്ളിക്ക് പ്രതിഷ്ഠാ ജീവിതമാണ്. ഒരു മാസത്തിൽ 19 നേരമേ ഭക്ഷണം കഴിക്കുകൊള്ളുന്ന, 19 നേരം. അപ്പം ഒരു കുസൃതി ചെറുക്കൻ ചോദിച്ചപ്പം മറ്റേതിൻ്റെ കേട് തീർത്തായിരിക്കും 19 നേരം വന്ന്. അതല്ല, ഒരു നേരം ഒരു ഉരുള ചോറ് കണ്ടമാനം നിർബന്ധിച്ച 2 ഉരുള പ്രതിഷ്ഠയാ. ഒരിക്കൽ മാരാമണ്ണ് മണക്കൊരു ധനാന്റിൻ്റെ വീട്ടിൽ യോഗത്തിന് കഴിഞ്ഞപ്പോൾ അവരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് അവർ തീന്മേശയെല്ലാം ഉപദേശത്തെപ്പറ്റി വലിയ അറിവില്ല. തീന്മേശ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉപദേശിച്ച് ശുശ്രൂഷ കഴിഞ്ഞ് അല്പം ക്ഷീണമുണ്ട് വന്നിരുന്നപ്പം ഈ ഭക്ഷണത്തിൻ്റെ മൂടിയൊക്കെ മാറ്റി. അന്നത്തെ അമ്മമാരില്ലയോ നല്ല ഭക്ഷണം, നല്ല എന്തുവാ ഫ്രഷായിട്ടുള്ളതാണ്. ഇപ്പം എല്ലാം മോർച്ചറിക്കകത്ത് വെച്ചാൽ അമ്മക്ക് ചൂടാക്കി പാസ്റ്റർ ഒരു കഷ്ണം കഴിച്ചാട്ട്. അന്നത്തത് ഇടിച്ചും പൊട്ടിച്ചും അരച്ചും. ഇപ്പം പെണ്ണുങ്ങളും എല്ലാം കല്ലേ വെച്ച് അരയ്ക്കുമോ? നല്ല ഏലായി കല്ലെടുത്ത് ആറ്റോട്ട് കളഞ്ഞു. കല്ലേ വെച്ച് പണ്ടൊക്കെ ഞങ്ങളുടെ അമ്മയൊക്കെ തേങ്ങ തിരുമ്മി കല്ലേ വെച്ച്. ഇപ്പോൾ അരയ്ക്കത്തില്ല. എന്ന് വെച്ചാൽ വെളുപ്പിനെ മാപ്പിളം വേണമെങ്കിൽ പെമ്പിള സ്ക്രാബ് കെട്ടി മാപ്പിളയുടെ ഒരു റൂടിയുണ്ട് ഒറ്റപ്പാലത്തിൽ നിന്ന് പട്ടാമ്പി വരെ. നീ ആ തേങ്ങ തിരുമ്മി ചരക്കിയായിരുന്നു കൊച്ചുവെളുപ്പം കാലത്ത് ഈ മഞ്ഞും പിടിച്ച് അടക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് പോട്ടെൻ്റെ വിഷയമല്ലല്ലോ. അപ്പം അന്നത്തെ അമ്മമാര് ഫ്രഷായിട്ടാണ്. അപ്പം തീന്മേശ മുഴുവൻ വിഭവസമൃദ്ധമായ ഭക്ഷണം. ഉപദേശം അങ്ങോട്ട് വന്നിരുന്ന് ഈ പാത്രത്തിൻ്റെ മൂടി മാറ്റിയപ്പോൾ കളറും ആവിയും മണവും. അപ്പോൾ അദ്ദേഹത്തെപ്പറ്റി അവർക്ക് അറിയത്തില്ലായിരുന്നു. മാറ്റിയപ്പോൾ ഒരു ത്രസിച്ചു, ജഡമൊന്ന് ത്രസിച്ചു. ഇത് മൺമയമല്ലേ? അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ മണവും കളറും ആവിയും കൂടെ വന്നപ്പോൾ ആസ്വദിച്ചു. ഉടനെ പുള്ളിയുടെ പ്രതിഷ്ഠാ ജീവിതം ഉണർന്നു. പഴമക്കാർ പറഞ്ഞുള്ള വേണ്ട, പുള്ളി അവിടെ ഇരുന്ന് പറഞ്ഞെന്നാ പറഞ്ഞ, അവിടെ ഇരിക്കും കൊച്ചു കുഞ്ഞെന്ന്. അവിടെ നീ എന്തിനാ ഇതെല്ലാം കണ്ട ഇളകുന്നേ? നീ പ്രതിഷ്ഠ ചെയ്തവനല്ലേ, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് നടന്ന സംഭവം കൂടെ പറയാം. ഒരു പ്ലേറ്റ് എടുത്ത് അല്പം പറ്റ് പ്ലേറ്റിലിട്ടേച്ച് ഇച്ചിരി അച്ചാറ് കണ്ടു, അതെടുത്ത് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഞെരടി ആ വെള്ളവും വലിച്ചു കുടിച്ച് ആ പറ്റുമാര് തിന്ന് സ്തോത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോയി. വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്രതിഷ്ഠ. നമ്മളായിരുന്നല്ലോ, നമുക്ക് നല്ല പ്രതിഷ്ഠയാണ്. നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ലഭിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്കെല്ലാം സ്തോത്രം സ്തോത്രം സ്തോത്രം. കാരണം ഒത്തിരി താനിരിപ്പുണ്ട്. ഇറച്ചി, മീനും, ഓലനും, കാളനും, എരിചേരിയും, പുളിചേരിയും, ഒലത്തിയതും മറത്തതുമല്ല. അതാ ലഭിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾക്കായി സ്തോത്രം സ്തോത്രം സ്തോത്രം. ശുശ്രൂഷിച്ച കരങ്ങളെയും മുഖാന്തരങ്ങളെയും എല്ലാം അനുഗ്രഹിക്കണമേ. ഇത് മുഴുവൻ ഭക്ഷിച്ച് ബലപ്പെടുവാൻ. അതാണ് നമ്മുടെ പ്രതിഷ്ഠ. നമ്മളെ എന്നെ നിങ്ങളെയൊക്കെ കാണുമ്പോൾ വരികയില്ല അതാ പ്രതിഷ്ഠയെന്ന്. ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമൊന്നും. പക്ഷേ അവര് ഭക്തന്മാരാ. കൊച്ചുകുഞ്ഞുമുതൽ സൈമൺ സാറിനെ പറ്റി പഴമക്കാർ പറഞ്ഞുള്ള അറിവാ. 10-12 ഭാഷ അനായാസേന കൈകാര്യം ചെയ്യുമായിരുന്നു. പക്ഷെ വേഷം ലളിതമാണ്. ഇതുപോലല്ല മുക്കാക്കയ്യൻ ജിബ്ബ. പഴമക്കാർ പറഞ്ഞുള്ളവരാ. ഒരൊറ്റമുണ്ടും അതായിരുന്നു മുക്കാക്കയ്യൻ, ഒരൊറ്റമുണ്ടും. അതാ പിന്നെ പഴയ അപ്പച്ചന്മാർക്ക് രണ്ടാം. അത് ലളിതമാ വേഷം. ഇപ്പോൾ ചില ആൾക്കാർ കൊണ്ട് ശുശ്രൂഷയ്ക്ക് അങ്ങോട്ട് നിൽക്കുന്ന കണ്ടാൽ എന്തെല്ലാം കുസ്തിക്ക് നിൽക്കും പോലെ. ഈ ചൂടും പിടിച്ചിട്ട് അയ്യും കോട്ടും എല്ലാം കെട്ടി ശ്വാസം പോലും വിടാമൽ. കരണ്ടും പോയി. ഇവിടെ പിന്നെ കുഴപ്പമില്ല, ഇച്ചിരി കാറ്റടിയെങ്കിലും ഉണ്ട്. അവരൊക്കെ ഭക്തന്മാരാ. അപ്പൊ ഈ കൊച്ചുകുഞ്ഞുമലേശയൊക്കെ ഭക്തന്മാരാ. പ്രതിഷ്ഠ അല്ല. കേരളത്തിൽ ആരെയും കേരളത്തിലെ ചരിത്രമൊക്കെ എഴുതി, പെന്തിക്കോസ്തിയർത്തും ഭക്തചരിത്രമൊക്കെ എഴുതിയ കൂട്ടത്തില് മിടുക്കന്മാരുടെ ലിസ്റ്റിലൊന്നും കൊച്ചുകുഞ്ഞിന്റെ പേരില്ല.
വലിയ വലിയ അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ശുശ്രൂഷകന്മാര്, റവറന്റ്, ഡോക്ടർ, പിന്നെ സോ ആൻഡ് സോ, പിന്നെ അഗ്നിനാവ്, തീനാവ്, സ്വർണ്ണനാവ്, പിന്നെ തീ ഇറക്കുന്ന പുള്ളിക്കാർ, തീ കൊത്തിക്കുന്ന പുള്ളിക്കാർ, തെള്ളിയിടുന്ന പുള്ളിക്കാർ, ഉരുട്ടിയിടുന്ന പുള്ളിക്കാർ, ഛർദ്ദിപ്പിക്കുന്നു, കുരയ്ക്കുന്നു, ചിരിക്കുന്നു. എൻ്റെ ദൈവമേ, എന്തെല്ലാം ഇനകൃതികളാണ്. എന്താ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? ഇത് ഞാൻ പറയാതെ പോവുകയല്ല. അപ്പൊ ശ്രദ്ധിച്ചേ, മിടുക്കന്മാരുടെ ഒന്നും പേരിന്റെ കൂട്ടത്തിൽ കൊച്ചുകുഞ്ഞിന്റെ പേരില്ല, വെക്കാൻ ഒക്കത്തുമില്ല. എന്നാൽ എൻ്റെ വാദം, ആരെങ്കിലും കേരളത്തിലെ പക്കതന്മാരുടെ ചരിത്രം എഴുതുന്നെങ്കിൽ ആദ്യം എഴുതേണ്ട പേരിങ്ങനെ മൂത്താമ്പാക്കൽ സാധു കൊച്ചുകുഞ്ഞ് എഴുതിയേ ഒക്കൂ. അല്ല, പുള്ളിയുടെ ആഗ്രഹവും അതായിരുന്നു. പണ്ടൊരു പാട്ട് പുള്ളി പാടിയില്ലേ, ലോകം തരുന്ന സുഖം എനിക്ക് വേണ്ട, കേമന്മാർ ലിസ്റ്റിൽ എൻ്റെ പേരും വേണ്ട, ലോകം തരുന്ന സുഖം കേമന്മാർ ലിസ്റ്റിൽ എൻ്റെ പേരും വേണ്ട. പാടാൻ നേരമല്ല പ്രിയരെ, കേമന്മാരുടെ ലിസ്റ്റിലൊന്നും പേര് വേണ്ട, ഭക്തന്മാരാ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അബ്രഹാം ഇസഹാക്കിന് പകരം ഒരാട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. അത് ഇസഹാക്കിന് പകരമായിട്ട് അറക്കപ്പെട്ട കുഞ്ഞാട്. സമയം പോയത് കൊണ്ട് വിസ്തരിക്കുന്നില്ല. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലൊരു കുഞ്ഞാടുണ്ട്. അത് വീടൊന്നിന് ഒരാട്ടിൻകുട്ടി. ആബീബ് മാസം 10-ാം തീയതി ആട്ടിൻകുട്ടിയെ വേർതിരിച്ച് 14-ാം തീയതി മാറ്റി കണ്ടിച്ച് അതിൻ്റെ രക്തം കിണ്ണത്തിലെടുത്ത് ഈ സൊപ്പ് ചെടികളുടെ കെട്ടെടുത്ത് കിണ്ണത്തിൽ മുക്കി കട്ടളക്കാർ രണ്ടിലും കുറുമ്പടിയിലും പുരട്ടണം. അന്ന് രാത്രി പുറത്തിറങ്ങരുത്, സംഹാരകൻ കടന്നു വരും, രക്ഷപ്പെടാൻ ചോരത്തള ആചരിച്ചോണം എന്ന് പറഞ്ഞാൽ യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചോണം. അപ്പൊ ശ്രദ്ധിക്കുക, വിവരിക്കാൻ നേരമില്ലാഞ്ഞിട്ടാ. ഉൽപ്പത്തി 22-ൽ ഇസഹാക്കിന് വേണ്ടി പകരം അറക്കപ്പെടുന്നൊരു കുഞ്ഞാട്. പുറപ്പാട് 12-ൽ വീടൊന്നിനൊരു കുഞ്ഞാട്, കുടുംബങ്ങൾക്ക് വേണ്ടി ഇറക്കപ്പെടുന്ന കുഞ്ഞാട്. ലേവ്യ പുസ്തകം 16 വിസ്തരിക്കുന്നില്ല. അസസ്സേലിന് ചീട്ട് വീണ ആടിനെ കാണുന്നുണ്ട്. ആ ആടിൻ്റെ ഒരു വിശേഷത, ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങളിൽപ്പെട്ട ജനസമൂഹം ചെയ്തു കൂട്ടിയ അക്രമങ്ങളും പാപങ്ങളും മഹാപുരോഹിതൻ തൻ്റെ ആ പ്രാണികൾ രണ്ടും കൂടെ ആട്ടിൻകുട്ടികളുടെ ശിരസിലേക്ക് വെച്ച് ഇസ്രായേൽ മക്കൾ ചെയ്തു കൂട്ടിയ അക്രമങ്ങളും അനീതികളും പാപങ്ങളും ആടിൻ്റെ മേൽ ചുമത്തി നിയമിക്കപ്പെട്ടൊരു പുരുഷന്റെ കൈവശം തന്നെ കൊടുത്തു വിടുകയാ. ബാക്കി ഭാഗമൊന്നും പറയുന്നില്ല. ഈ ആട്ടിൻകുട്ടികളുടെ പ്രത്യേക 12 ഗോത്രങ്ങളുടെ പാപം വഹിക്കുന്ന ആട്. ഉൽപ്പത്തി 22 ഇസഹാക്കിന് വേണ്ടി വ്യക്തിക്ക് വേണ്ടി മാറ്റിയ ആട്. പുറപ്പാട് 12 കുടുംബങ്ങൾക്ക് വേണ്ടി മാത്രം പരിഹരിക്കപ്പെടുന്ന ആട്. ആ ലേവ്യ 16 12 ഗോത്രങ്ങൾക്ക് വേണ്ടി യഹൂദന് വേണ്ടി മാത്രം വേർതിരിക്കപ്പെട്ട കുഞ്ഞാട്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ കുഞ്ഞാടിന്റെ വിശേഷത വ്യക്തിക്കും കുടുംബത്തിനും ഗോത്രത്തിനും മാത്രമല്ല മുഴുലോകത്തിന്റെ പാപത്തിന് പരിഹാരത്തിന് യേശുക്രിസ്തു യാഗമായി തീർന്നത്. അതാണല്ലോ 1-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം തെളിഞ്ഞു വന്നത്. വായിച്ച യോഹന്നാൻ 1:29. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ലോകപാപം, യേശുക്രിസ്തുവിന്റെ വിശേഷത ലോകപാപം ചുമക്കുന്ന കുഞ്ഞാട്. കർമ്മമാർഗം കൊണ്ടോ പുണ്യപ്രവൃത്തി കൊണ്ടോ ദാനധർമ്മം കൊണ്ടോ നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ ആചാരം കൊണ്ടോ അനുഷ്ഠാനം കൊണ്ടോ തീർത്ഥയാത്ര കൊണ്ടോ തീർത്ഥാടനം കൊണ്ടോ കാല് ചെരുപ്പിടാതെ നടന്നത് കൊണ്ടോ വെള്ളത്തുണി കൊടുത്തത് കൊണ്ടോ ചുമന്നതെടുത്തത് കൊണ്ടോ മഞ്ഞ കൊടുത്തത് കൊണ്ടോ കറുപ്പെടുത്തത് കൊണ്ടൊന്നും പാപം പരിഹരിക്കത്തില്ലെന്നാണ് ഈ പുസ്തകം പഠിപ്പിക്കുന്നത്. ഈ പുസ്തകം പഠിപ്പിക്കുന്ന വിഷയം യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താൽ പാപങ്ങൾ മോചിക്കും. അവന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കും. ഈ രക്തം ഒന്ന് വിലയേറിയ രക്തം, ഈ രക്തം പുണ്യാഗ രക്തം, ഈ രക്തം പരിശുദ്ധ രക്തം, ഈ രക്തം സംസാരിക്കുന്ന ഗുണകരമായി സംസാരിക്കുന്ന രക്തം, ഈ രക്തം നിർമ്മല രക്തം, ഇത് വിലയേറിയ രക്തം, ഇത് പരിശുദ്ധ രക്തം, ഇത് സൗഖ്യമാക്കുന്ന രക്തം. ഈ രക്തത്തിന്റെ വിശേഷത ഭാഗ്യങ്ങൾ എടുക്കേണ്ടതാ, നേരമില്ല. ആട്ടുകുറ്റന്മാരുടെ കാളക്കിടാക്കളുടെ രക്തവും മലിനപ്പെട്ട മേത്തളിക്കുന്ന പശുപശുവും ജഡിക ശുദ്ധി വരുത്തുമ്പോൾ നിത്യാത്മാവിനാൽ പിതാവാം ദൈവത്തിനായി തന്നെത്താൻ നിഷ്കലങ്കനായി സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ നമ്മളെ യോഗ്യരാക്കി എന്ന് പറഞ്ഞാൽ ഈ രക്തത്തിന്റെ വിശേഷത ആരാധിക്കാൻ നമ്മളെ സജ്ജരാക്കി തീർത്ത തിരുരക്തം. വെളിപ്പാടിലെ പുസ്തകം ഇങ്ങനെ, ഈ രക്തത്തിന്റെ വിശേഷത ജയം തരുന്ന രക്തം. അവർ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും പിശാചിനെ
ജയിച്ചെന്ന് എന്ന് പറഞ്ഞ ഈ രക്തം ജയം. ഇന്ന് രാത്രി പരാജയത്തോട് ആരെങ്കിലും എന്തെങ്കിലും നിരാശപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി ദൈവം നിനക്ക് ജയം തരും. ഇത് ജയത്തിൻ്റെ രാത്രിയാ. ഈ രാത്രി നിന്റെ വിടുതലിൻ്റെ രാത്രിയാ. പരാജയം വന്ന് നാടുപെടരുത്, ആത്മഹത്യ ചെയ്യരുത്, തൂങ്ങിച്ചാകരുത്, ആറ്റിച്ചാടരുത്, അവൻ വിഷം കഴിക്കരുത്. പരിഹാരമല്ല. ഇന്ന് രാത്രി പരിഹാരം യേശുവിലുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ സകല പാപങ്ങളും പരിഹരിക്കപ്പെടും. ഞാൻ ഇനി കമ്പിവാചകം പോലെ പറഞ്ഞ് നിർത്തുകയാണ്. എന്നോട് പറഞ്ഞത് അറിയിച്ച് അനുസരിച്ച് കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പം ഓടിച്ചു പോകാം. ഒന്ന്, ഈ കുഞ്ഞാടാണ് നമ്മുടെ വിഷയം. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം, പാപം ചുമന്നൊടിക്കുന്ന കുഞ്ഞാട്. പാപത്തിന് പരിഹാരം യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം, അല്ലാതെ ഒരു മാർഗവുമില്ല. രണ്ട്, ഈ കുഞ്ഞാടിൻ്റെ പ്രത്യേകത. വായിച്ചേ, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. ധാരാളം വാക്യം അവിടെ വായിപ്പിക്കണം, എങ്കിലും സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് 8-ാം വാക്യം. വാങ്ങിയപ്പോൾ വാങ്ങിയത് പുസ്തകം വാങ്ങിയ ചരിത്രമാ. 4 ജീവികൾ 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അടുത്തത്, പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗിയൻ, നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും. സമയമില്ലാത്തതുകൊണ്ട് താഴോട്ട് വായിപ്പിക്കുന്നില്ല. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം താജസ്കരിക്കപ്പെട്ട ക്രിസ്തു. ആ ക്രിസ്തു 1-ാം അധ്യായം പഠിക്കുമ്പോൾ 7 നിലവിളക്കയുടെ നടുവില. നിലവിളക്ക് 7 സഭയാ. സഭയുടെ നടുക്ക്, കിഴക്കല്ല. നമ്മൾ ചില വീട്ടിൽ ചെന്ന് സുവിശേഷമൊക്കെ പറഞ്ഞേച്ച് പറയല്ലേ, ആട്ടെ ചാക്കോ ചായ ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഉദ്ദേശിച്ച് പ്രാർത്ഥിച്ചാണ് എന്നാ നമ്മൾ പ്രാർത്ഥിക്കാം ഉണ്ട ചാക്കോ നിന്നോട് ആരായി പറഞ്ഞ കിഴക്കോട്ട് നോക്കാൻ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ കിഴക്ക് വരുമെന്നാണോ? നടുക്ക് വരുമെന്ന്. 7 പൊൻ നിലവിളക്കുകളുടെ കിഴക്കാന്നോ? നടുക്ക. 2 കള്ളന്മാരുടെ കിഴക്കായിരുന്നോ? പറ. നടുക്ക. ചെന്നതെല്ലാം നടുക്കാന്ന്. ആകാശത്തിനും ഭൂമിക്ക് ഇടയ്ക്ക്, അങ്ങനെ ഞാനങ്ങ് പറയാം നടുക്ക. ആ പടിനിമത്തിലുണ്ട്, ഞാൻ അവരുടെ കിഴക്ക് വസിക്കാൻ മന്ദിരം പണിയണമെന്നാണോ? നടുക്ക്. ഉയർത്തെഴുന്നേറ്റപ്പോഴും ശിഷ്യന്മാരുടെ കിഴക്കാന്നോ വന്നേ? നടുക്ക്. മുറി അടച്ചിട്ടപ്പോഴും നടുക്ക്. ചെന്നതെല്ലാം നടുക്ക. 12-ാമത്തെ വയസ്സിൽ വെല്ലുവിളി ചെന്നു, അപ്പച്ചനോടും അമ്മച്ചോടും കൂടെ, ഔസേപ്പ് പിതാവും അമ്മ മറിയായിട്ട്. അവിടെ ചെന്ന് ഇവരിഞ്ഞ് പോന്ന് തിരിച്ചു ചെന്നപ്പോൾ കണ്ടത് ശാസ്ത്രിമാരുടെയൊക്കെ കിഴക്കാന്നോ? ചെന്നതെല്ലാം നടുക്ക. കിഴക്കോട്ട് നോക്കി ആരാധിക്കുന്നത് സൂര്യനെ ആരാധിക്കുന്നതാണ് പുസ്തകം പഠിപ്പിക്കുന്നത്. നമ്മുടെ ആരാധന സൂര്യാരാധനയല്ല, നമ്മുടെ ആരാധന ദൈവാരാധനയാണ്. നടുക്കാ കർത്താവ് വന്നിരിക്കുന്നത്. സ്തോത്രം. വന്നമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്ന മൂരെ കുന്തിരിക്കം കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീയെന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതല്ലയോടൊരുമിച്ചീശകേ. 12-ാം വയസ്സിങ്കൽ യേശുവേ നീ നിന്റെ തന്തതള്ളയോടൊരുമിച്ചീശകേഹം. സംപ്രതിപാദിച്ച വീട് കണ്ട യാത്രി വൈദ്യരോട് ധർമ്മഭാഷണം നടത്തിയേ മോദിച്ചു നീ സിയോൻ മണവാളനെ. ശ്രീനരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെ ഉദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന
നരപതിയേ സിയോൻ മണവാളനെ ശ്രീനരപതിയേ സിയോൻ മണവാളനെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്ക്. ഹല്ലേലൂയ. അടേ ഓടിച്ചു പോകാം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിലെ വിഷയം സ്വർഗത്തിലെ സംഭവമാണ്. 1-ാം അധ്യായം ത്യാജസ്കരിക്കപ്പെട്ട ക്രിസ്തുവേശു, 2, 3, 7 സഭയ്ക്കുള്ള ദൂത്. 4-ാം അധ്യായം സഭ സ്വർഗത്തിൽ. 5-ാം അധ്യായം വീണ്ടെടുപ്പിന്റെ ഗാനം. ഏത് വീണ്ടെടുപ്പ്? ഈ ഭൂമിയുടെ വീണ്ടെടുപ്പ്. അയന ഈ ഭൂമിയെ വീണ്ടെടുക്കണം. അയന ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണ്. അതെപ്പോഴാ? അത് തള്ള പാപം ചെയ്തപ്പോഴാണ്. ഞാൻ ഇടയ്ക്ക് ഈ തള്ളേന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ ചോദിച്ചു, സ്റ്റാൻഡേർഡില്ല. ഞാൻ പറഞ്ഞ നിനക്ക് വിവരമില്ല, എനിക്ക് സ്റ്റാൻഡേർഡുമില്ല, നിനക്ക് അതാ. ഞാൻ പറഞ്ഞ നിങ്ങൾ നീ തള്ളേന്ന്. ഞാൻ പറഞ്ഞ തള്ളേന്നുള്ളത് നല്ല പച്ച മലയാളമാണ്. മലയാള ഭാഷയുടെ പിതാവാന്നല്ലോ തുഞ്ചത്ത്. പറ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവാ. അപ്പം നല്ല ഭാഷയാ തള്ള എന്നുള്ളത്, നല്ല പച്ച മലയാളമാണ്. അത് മനസ്സിലാകാൻ ഒരു പാട്ടിൻ്റെ വരി പാടുമ്പോൾ നമുക്കറിയാം. തള്ളയെ പോൽ നമുക്കുള്ളൊരു രക്ഷകൻ കൊള്ളക്കാരൻ പോലെ ക്രൂശിൽ. തള്ളയെപ്പോൾ നമുക്കുള്ളോ രക്ഷകൻ കൊള്ളക്കാരൻ. മതി. കണ്ടോ ആ പ്രയോഗം? കണ്ടോ? അതേസമയമോ സ്റ്റാൻഡേർഡ് കൂടി. അമ്മയെ പോൽ എത്ര ഓക്കുന്നില്ല. ഇപ്പോഴാണെ പിള്ളേര് പാടും മമ്മിയെ പോൽ മമ്മി. അത് മിസ്രൈമില്ല. മമ്മി അതെ. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗം പഠിക്കുമ്പോൾ ഈ ഭൂമിയിൽ പാപം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. ഈ അമ്മ ഒറ്റയ്ക്കിരുന്നപ്പോൾ ആ പിശാച് പാമ്പി എന്നത്. ആരാണ്ട് പറഞ്ഞ് ഈ അവാർഡിലൊക്കെ പാമ്പി എന്നപ്പോൾ ആദാ എവിടെ ആയിരുന്നു? അപ്പോൾ ഒരാൾ പറഞ്ഞ് ആദാ തോട്ടത്തിന് തടവെടുക്കുകയായിരുന്നു. അങ്ങനെയൊന്നും പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. പിന്നെ ചില വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ തോട്ടത്തിൽ വേല ചെയ്യണം എന്നൊരു പ്രയോഗം വന്നതുകൊണ്ട് ന്യായമായിട്ട് നമുക്ക് ചിന്തിക്കാൻ തടം. ഈ തള്ളയുടെയൊക്കെ പാമ്പ് എന്നപ്പോൾ തള്ള പാമ്പിനെ അങ്ങ് വിടണ്ടായോ അല്ലേ? ഞാൻ മിക്കയിടത്തും പറയും അമ്മ തോട്ടത്തിലെയാണ്, പാമ്പോ? അമ്മ തോട്ടത്തിലമ്മയാണ്, പാമ്പ് എവിടുത്തെയാ? മോളെ 3-1 വായിച്ച ഉൽപ്പത്തി. ദൈവമേ, ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം. യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. കാട്ടിലെ അമ്മയോ തോട്ടത്തിലെ അമ്മയ്ക്ക് എന്തിനാ കാട്ടിലെ പാമ്പുമായിട്ട് ചങ്ങാത്തം? ദൈവസഭ കെട്ടിയടച്ച തോട്ടമാണ്. അപ്പൊ ആ തോട്ടത്തിനകത്തുള്ള അമ്മ കാട്ടിക്കിടക്കുന്ന പാമ്പുമായിട്ട് എന്തിനാ മിസ്കോള് വിട്ട് കളിക്കുന്നേ? ഓളിയേ മനസ്സിലാകും. പിന്നെ അല്ല, മറുവശം പാമ്പാന്ന് കാണുമ്പോ പിന്നെ സംസാരിക്കാതിരിക്കുന്നല്ലയോ ഉചിതം അല്ലേ? പാമ്പാന്ന് കണ്ട നമ്മൾ ലഘുലേഖയായിട്ട് പോകാതെ അമ്പിയുടെ ഹൃദയവും തകരുന്ന കപ്പലും. പണ്ടത്തെ ലഘുലേഖ തമ്പിയുടെ ഹൃദയവും. അപ്പം നമ്മൾ കൊടുത്തപ്പം ഒരുത്തം നമ്മളിങ്ങനെ പറഞ്ഞു പിന്നെ അവനോട് സുവിശേഷം എന്നാലും പറയാമോ? പാമ്പല്ലേ? പാമ്പാന്ന് കണ്ടാൽ പിന്നെ അവനോട് ഉൽപ്പത്തി വെളിപ്പാടൊന്നും അവനോട് കയറി പറയരുത്, അവൻ പാമ്പാ. അത്രയും പറഞ്ഞാൽ ഭാഗം വിടുക. എന്നുവെച്ചാൽ അവൻ നല്ല ഇടി ഇടിക്കും. അന്നേരം പറയാം സുവിശേഷ വിരോധികൾ എന്നെ വെറുതെ തല്ലി മേടിച്ചതാ. പാമ്പാന്ന് കണ്ടപ്പോൾ അങ്ങ് മാറിയേക്കണം. അപ്പം ഈ അമ്മാമയും പാമ്പും കൂടെ സംഭാഷിച്ച് അങ്ങനെയാണെന്നല്ലോ പാപം. ആ പാപം നിമിത്തം ആദമം വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു. പിന്നെ അവിടെ ഒരു പദമുണ്ട്, അമ്മ തിന്ന ചപ്പനും കൊടുത്തെന്നുള്ളതാ. ആ മോളെ 3-6 വായിച്ച ഉൽപ്പത്തി. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. തിന്നാ ചാന്നലും കൊടുത്തല്ലോ. അതുപോലും കിട്ടാത്ത ആൾക്കാരുണ്ട്.
പിന്നെ ആരും മിണ്ടുന്നില്ലെന്നേ ഉള്ളൂ, കണ്ണുമൊക്കെ ഇങ്ങനെ ഒഴിച്ച് കയറ്റിക്കുക. ഒരു സഹോദരൻ എന്നോട് പറഞ്ഞു, അനീഷയെ തട്ടുകടയുള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുക എന്ന്. ഞാൻ പറഞ്ഞു, നീ തട്ടുകടക്കാർക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിക്കണം, അവർക്ക് ആരോഗ്യ സൗഖ്യം. അപ്പം ഇത് കരിച്ചാന്നല്ലേ അമ്മ കൊടുത്തു. വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന സ്ത്രീ കണ്ടു, ഫലം പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഇരുവരുടെയും കണ്ണു തുറന്നു. അപ്പോൾ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, അങ്ങനെ പാപം പ്രവേശിച്ചു. അതുകൊണ്ട് ആദമിനോട് ഹവ്വയോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിന്റെ നിമിത്തം ഈ ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ ഭൂമി ശപിക്കപ്പെട്ട ഭൂമിയാണെന്ന പുസ്തകം പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ 1 ലേഖനം 5:19 2 ഭാഗ്യമുണ്ട്, സർവ്വലോകവും. ഇതെല്ലാം കൂടെ ചേർത്ത് ക്രോഡീകരിച്ചാൽ ഇത് ശപിക്കപ്പെട്ടതാണ്. ഇതുവരെ ഇതിൻ്റെ യാവം മാറിയിട്ടില്ല. അതുകൊണ്ട് വിശുദ്ധ നാട് എന്നും പറഞ്ഞ് കാണാൻ പോകരുത്. ഭൂമിയിൽ വിശുദ്ധ നാട് ഇല്ല. കാശുണ്ടെങ്കിൽ സ്ഥലം കാണാൻ പോകാം. വിശുദ്ധ നാട് കാരണം പഴയ പെന്തിക്കോസിൽ ഇപ്പോൾ ഇച്ചിരി പൈസയൊക്കെ കയ്യിലുണ്ട്, ലക്ഷണം സ്തോത്രം പറയാതിരിക്കുമ്പോൾ അറിയാം കാശ് കൈ വന്നതിൻ്റെയാണ്. പണ്ട് കാശില്ലാൻ ചെന്ന കാലത്ത് ഗ്ലോറി, വിക്ടറി, കാൽവറി, ഹല്ലേലൂയ എന്നൊക്കെ പറഞ്ഞ് അലച്ച് തല്ലി ആത്മാവിലായതൊക്കെ ഇപ്പോൾ ഇച്ചിരി കാശൊക്കെ ആയതുകൊണ്ട് മനസ്സിലാക്കി. ഇതിപ്പോൾ കാണുമ്പോൾ അറിയാം, സ്തോത്രമൊക്കെ പറയാതെ ആളുകളിച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തട്ടില്ലെന്ന് കൈ പൊക്കുമ്പോൾ അറിയാം. അപ്പം അതുകൊണ്ട് വിശുദ്ധ നാട് ഭൂമിയിലില്ല. ഈ ഭൂമി ഇപ്പോൾ ശപിക്കപ്പെട്ട ഭൂമിയാണ്. എന്നാൽ ഇതിൻ്റെ ശാപം യേശു മാറ്റും. ഈ ഭൂമിയെ വീണ്ടെടുക്കും. ആ വീണ്ടെടുപ്പിൻ്റെ ഗാനമാണ് വെളിപ്പാട് 5. ഇതെല്ലാം വിസ്തരിക്കാൻ നേരമില്ല, ഒറ്റ വാക്കി പറയാം. അപ്പോൾ ഞാൻ സിംഹാസനം കണ്ടു, സിംഹാസനത്തിൽ ഒരു വെന്തിക്കുന്നവൻ്റെ കയ്യിൽ അകത്തും പുറത്തും എഴുതിയ മുദ്രയുള്ള 7 മുദ്രകളുടെ ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം വാങ്ങുവാൻ, പുസ്തകത്തിൻ്റെ മുദ്ര പൊട്ടിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന, അത്യുച്ചത്തിൽ ചോദിക്കുന്ന ഒരു ദൂതനെ കണ്ടു. അപ്പോൾ ആരുമില്ലാന്നൊരു മറുപടി കേട്ടപ്പോൾ യോഹന്നാൻ കരഞ്ഞപ്പോൾ മൂപ്പന്മാരിലൊരുത്തം എന്ന് പറഞ്ഞ്, കരയേണ്ട, യഹൂദാഗോത്രത്തിന്റെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാൻ അവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. അവൾ യഹൂദാഗോത്രത്തിന്റെ സിംഹത്തെ കാണാൻ യോഹന്നാൻ തിരിഞ്ഞപ്പോൾ സിംഹത്തെ അല്ല കണ്ടത്, ഒരു കുഞ്ഞാടിറക്കപ്പെട്ടതുപോലെ. ആ കുഞ്ഞാടിനെ കണ്ടപ്പോൾ മൂപ്പന്മാരെല്ലാം കൂടെ കിരീടം താഴോട്ടിട്ടു. 24 മൂപ്പന്മാര് നമ്മുടെയൊക്കെ സഭയിലുണ്ട്. മൂപ്പൻ, നമ്മുടെ സഭയിലെ മൂപ്പൻ സൈഡിലായിരിക്കുന്നത്, സ്വോത്രമൊന്നും പറയുകയല്ല, കണ്ടവാനം മൂത്തു. സൈഡിലായിരിക്കുന്നത് കസേരയുണ്ട്. സഭയിലേക്ക് മൂപ്പന്മാർ, അത് നമ്മുടെ മൂപ്പനാ, അത് വേറൊരു മൂപ്പനാ. കണ്ടമാനം മൂത്താ ചിലത് കൊള്ളുകയില്ല. ഈ മുരിങ്ങയ്ക്ക മൂത്താ ഞങ്ങളുടെ അമ്മ ചെയ്യുന്ന കണ്ടുണ്ട്. പൊളന്ന് വെച്ച് പിച്ചാത്തി കൊണ്ടോ സ്പൂണ് കൊണ്ടോ ചുരണ്ടി എടുത്തേച്ച് നല്ല പച്ചത്തേങ്ങായും കൂടെ തിരുമ്മി തോരൻ വെച്ച്, അത് നല്ല. വെണ്ടയ്ക്ക മൂത്താലോ ചിലതൊക്കെ മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും. അപ്പം ഇത് പണ്ടൊരു ഉപദേശി പറഞ്ഞെന്ന് പോലും ഞാൻ സ്വർഗത്തിൽ വരുന്നില്ലെന്ന്. അപ്പം ചോദിച്ചു, അതിനെ എല്ലാവരും പോണമെന്ന് ഇത്ര നാളും പ്രസംഗിച്ചപ്പോൾ ഇപ്പം വരുന്നത്. പുള്ളി പറഞ്ഞു അവിടെ 24 മൂപ്പന്മാരുണ്ടെന്ന്. അതിനെ അയ്യോ, ഞങ്ങളുടെ സഭയിൽ 2 മൂപ്പനാണ്. എന്നെ എല്ലാ ആഴ്ചയിലെടുത്ത് ഇണ്ടനടിക്കുക. ഒരു മൂപ്പൻ സെക്രട്ടറി, ഒരു മൂപ്പൻ ട്രഷറർ. ഇതുങ്ങൾ രണ്ടും കൂടെ ഉപദേശിച്ചെടുത്ത് പുള്ളി പറഞ്ഞു, ഞാൻ അങ്ങോട്ടില്ല, അവിടെ 24 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ സഭയിലെ മൂപ്പനെ പോലല്ല സ്വർഗത്തിലെ മൂപ്പൻ. വിസ്തരിക്കാൻ നേരമില്ലായിട്ട് അവിടുത്തെ മൂപ്പന്മാരുടെ പ്രത്യേകത നിങ്ങൾ കണ്ടോ? ദൈവ കുഞ്ഞാടനെ കണ്ടു, സിംഹാസനം കണ്ടു, പുസ്തകം ഇരിക്കുന്നു, കുഞ്ഞാട് വന്ന പുസ്തകം വാങ്ങുന്നു. ആ കുഞ്ഞാട് വന്ന 4 ജീവികൾ, പിന്നെ ആ ഭാഗമൊക്കെ പഠിച്ച കെറൂബികളെ, ശ്രാപ്യന്മാർ, ഗബ്രിയേൽ, മീഖായേൽ, അബ്ദിയേൽ, ഊറിയേൽ, ദൂത സംഘങ്ങൾ, ദൈവത്തിൻ്റെ രഥങ്ങൾ 1000 കോടി ദൂതന്മാർ, ശ്രാപ്യന്മാർ, കെറൂബികൾ, കെറൂബുകൾ, സറാബുകൾ, ദൂതേരിവർ, കെറൂബുകൾ, സറാബുകൾ, ദൂതേരിവർ, സ്വർണ്ണ കാഹളകരത്തിലെന്തിയ വിശുദ്ധ ഗീതക്കാർ, സ്വർണ്ണ കാഹളകരത്തിലെന്തിയ വിശുദ്ധ ഗീതക്കാർ, വാനിൽ വരുന്നു വരുന്നു ശീഘ്രമാ, ലക്ഷോപലക്ഷം ദൂതർ സേവിതേ, ലക്ഷോപലക്ഷം ദൂതർ സേവിതേ,
യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘാരൂഢനാ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീ. ഈ സ്വർഗത്തിലെ ദൂതന്മാര് കെറൂബുകള് ശ്രാവ്യന്മാർ 24 മൂപ്പന്മാര് കെറൂബുകള് ഈ അവരെല്ലാം സ്തോത്രത്തിന് സ്തുതിക്കും മഹത്വത്തിന് പുകഴ്ചയ്ക്ക് യോഗ്യൻ നീ കുഞ്ഞാടേ, നീ യോഗ്യൻ എന്ന് പറഞ്ഞ ദൂതന്മാരങ്ങോട്ട് വീണ് എല്ലാം കൂടെ വീട്ടി സ്വർഗത്തിലെ ഗായക സംഘം അല്ലയോ. അയ്യോ ഇതുങ്ങൾ പിന്നെ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ചില കായക സംഘത്തെ കാണണം. കായക സംഘം എവൻ്റെ ഒരു കൂറത്താടി കായക സംഘം, ഇറുകെപ്പറ്റിയ ഒരു ഈൻസും കറുത്തൊരു ബനിയൻ, ശക്തിയോടെ നല്ല കാക്കത്തറ്റാലിക്ക് തെറ്റണം. എന്തിയാ ദേവസിച്ചാന്തിയെ അടുത്ത വർഷം വിളിക്കുമെന്നാണ് മുമ്പേ പറഞ്ഞത്. വിളിക്കുമല്ലോ. ആ എല്ലാവരും കാട്ടണം എന്നെ വിളിക്കുമെന്നാ പറഞ്ഞത്. ആ കർത്താവ് വരാൻ താമസിച്ച് ആയുസ്സും ആരോഗ്യം ഉണ്ട്. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഞാൻ ദൈവകുഞ്ഞുങ്ങളോട് പറയാം, കുറഞ്ഞ പക്ഷം ശുശ്രൂഷയ്ക്ക് നിൽക്കുമ്പോഴെങ്കിലും യോഗ്യമായിട്ടായിരിക്കണം. കുറഞ്ഞ പക്ഷം സഭാരാധനയ്ക്ക് യോഗ്യമായിട്ട്. ആ കാര്യത്തിനൊക്കെ ഞാൻ ബഹുമാനിക്കുന്നത് TPM-കാരെയാണ്. അവർ ശമ്പളം പടഞ്ഞു പോലും അവിടെ ഇരുത്തുകയല്ല, മുട്ടയിലിരുന്നോണം. ഏത് കൊലവമ്പൻ്റെ കൊച്ചാന്നേലും. നമ്മുടെയൊക്കെ ചില സഭയിലെ കൊച്ചുങ്ങളെ ബൈബിളിൻ്റെ പുറത്തിട്ട് വിളിക്കുന്ന സ്തോത്രം മുഴങ്കാലിലിരുത്തും. വെള്ള വസ്ത്രം ധരിക്കാൻ അങ്ങോട്ട് ചെല്ലരുത്, നിങ്ങൾ കയറ്റുമൊന്നുമില്ല. ഇവിടെ പിന്നെ വസ്ത്രം ധരിച്ചില്ലേലും മോഡേണിസം അല്ലേ. നാസിസം പാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. നാസിസം പാസിസം എത്തിസം പാന്തിസം കമ്മ്യൂണിസവുമില്ല. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. ലീഗലിസമോ മോഡേണിസമോ കോൺഗ്രസോ ഇല്ലവിടെ. പഞ്ചനയില്ല, വാഗ്വാദമില്ല, വൈരമശേഷമില്ല. യേശനിക്കാരും ദൂഷകന്മാരും നന്ദി കേട്ടോരുമില്ല. അവിടില്ല. അതാ ഞാൻ അധികം ആ ഭാഗം നിന്ന് പറയുന്നില്ല. അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാരുടെ ആ സംഘം ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അപ്പോൾ കണ്ട കാഴ്ച എവിടെ കണ്ടോ? ആ മൂപ്പന്മാരെല്ലാം കിരീടം അധികാരത്തെയും പ്രൗഢിയും കാണിക്കുന്നതാണ്. അധികാരവും പിന്നെ 24 മൂപ്പന്മാരല്ലയോ കിരീടധാരികളായിട്ട് അങ്ങനെ നിൽക്കുകയല്ലയോ. ആരാധന അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ കിരീടം താഴോട്ടിട്ടു. താഴോട്ടിട്ടേ ആ കുഞ്ഞാടിൻ്റെ മുമ്പാകെ കവിണ്ണ് വീണു. ഈ കുഞ്ഞാടിൻ്റെ പ്രത്യേകത, ആരാധനയ്ക്ക് യോഗ്യനാകുന്ന കുഞ്ഞാട്. ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, വിഗ്രഹത്തെ ആരാധിക്കരുത്, ബിംബങ്ങളെ ആരാധിക്കരുത്, ഇടജാതിയെ ആരാധിക്കരുത്, പറവജാതിയെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, സഭയുടെ നേതാക്കന്മാരെ ആരാധിക്കരുത്, ബഹുമാനിച്ചോണം ആരാധിക്കരുത്, ചരാചരങ്ങളെ ആരാധിക്കരുത്, മണ്ണിനെ ആരാധിക്കരുത്, മരത്തെ ആരാധിക്കരുത്, ബിംബത്തെ ആരാധിക്കരുത്, അവൻ മനുഷ്യനെ ആരാധിക്കരുത്, പറവകളെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രം യോഗ്യൻ. കുഞ്ഞാട് നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു, നീ ഞങ്ങളെ വീണ്ടെടുത്തു. അവനാ യേശുക്രിസ്തു മാത്രം. യേശുക്രിസ്തു മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. വേറെ ആരും യോഗ്യരല്ലേ? അല്ല. എന്നാന്ന് ചോദിച്ചാൽ അകലെണ്ണം തോറ്റ് തുന്നം പാടി പോയത്. പിന്നെ ജയിച്ചതാരാ? ജയിച്ചത് യേശു മാത്രം. മറ്റതെല്ലാം തോറ്റെന്ന്. പടുക്കളെന്ന് പേരെടുത്ത പൂർവിക പ്രമാണികളൊക്കെ ഉണ്ടായിരുന്നു. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞർ മുഴുവനെണ്ണം അമർന്നു. എങ്ങനെ? മരണത്തിനമർന്നു. ഒരെണ്ണം പോലും ഉയർത്ത് വന്നിട്ടില്ല. മഹാത്മജിയുടെ കല്ലറ ചെന്ന് സരോജിനി നായിഡു പറഞ്ഞെന്നാ പറയല്ലയോ, മഹാത്മാവേ യേശുദേവൻ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. ഉയർക്കുന്നില്ലയോ? ഒന്ന് ഉയർത്തോ വേയിച്ച? ഇനി ഉയർക്കുമോ? ഇല്ലെന്ന് തീർത്ത് പറയരുത്.
വെള്ളസിംഹാസനത്തെ പിന്നെ ക്രിസ്തന്റെ മുൻപിൽ നിന്ന് ന്യായം പറഞ്ഞിടുവാൻ, ക്രിസ്തന്റെ മുൻപിൽ നിന്ന് ന്യായം പറഞ്ഞിടുവാൻ പാപ്പ ബിഷോപ്പന്മാരും മെത്രാന്മാരച്ഛന്മാരും നാസ്തികരും എല്ലാ ആസ്തികരും ന്യായം വിധിച്ചു തള്ളുമകാതെ യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം, യവനായ കൂട്ടങ്ങളും കത്തോലിക്കരുമെല്ലാം യാക്കോബ്യർ മർത്തോമ്യരും പ്രൊട്ടസ്റ്റ് സംഘങ്ങളും തേജസ്സിൻ സിംഹാസനെ നിന്നിടും നേരം ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. ദുഷ്ടനെ വിധി ചൊല്ലി പൂർവം തള്ളും തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധി ചൊല്ലി പോകുവിൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല. ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. അപ്പൊ ശ്രദ്ധിക്കുക, മൺമറഞ്ഞു പോയ ഒരെണ്ണം ഉയർത്തിട്ടില്ല. ഉയർത്തെഴുന്നേറ്റ ഒരുവനെയുള്ളൂ, നസറയനാകുന്ന യേശുക്രിസ്തു. സ്തോത്രം. യഹൂദ മതം മുഴുവൻ സഹസ്ര കോടി പരിശ്രമിച്ച് ഉയർക്കാതിരിക്കാൻ മതം തോറ്റത് ഉന്നം പാടിയതില്ലാതെ ഈ മാർഗത്തിന് മാറ്റം വന്നില്ല. അന്നത്തെ രാഷ്ട്രീയ ശക്തികളെ റോമ ഭരണകൂടം കെടികെട്ടിയവന്മാരെ കല്ലറെ കൊണ്ട് മുദ്ര സീല് പതിപ്പിച്ച് ഊതനഞ്ഞോട്ട് വന്നപ്പം തീലും കീലും എല്ലാം കൂടെ. നിങ്ങളൊന്ന് സന്തോഷിച്ചിരിക്കും. പിന്നെ എന്തിനാ ഇതിനകത്ത് ഇവിടെ കയറിയിരിക്കുന്നത്? എൻ്റെ കൂടെ ഒന്ന് യോജിച്ച് ജയിച്ചാ ഇപ്പം നിർത്തുന്നില്ല. അവിടെ ഇരിക്കും. നിങ്ങളോട് ഒന്ന് ബലപ്പെട്ട് നമുക്ക് ഒന്നിച്ചു പോകും. ഇനി ഞാൻ ചെന്നേരം ഇങ്ങോട്ട് നിന്ന് പ്രസംഗിക്കാൻ പോകും. ഹല്ലേലൂയ. ഇതുപോലെ ശ്രേഷ്ഠൻ എവിടെ ഇരിക്കുന്നു? ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഉന്നതനായ ക്രിസ്തു, മഹിമയുള്ള സകലയെണ്ണം മണ്ണിനടി കിടക്ക ഒരെണ്ണം പൊങ്ങിയിട്ടില്ല, ഇപ്പൊ പൊങ്ങത്തുമില്ല. ഉയർത്തവൻ ഒരുവനേ ഉള്ളൂ, ക്രിസ്തുയേശു മാത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആരാധിക്കുന്നെങ്കിലേ അവൻ ജയിച്ചവനെ ആരാധിക്കണം. ജയിച്ചവൻ ഒരുവനെയുള്ള ക്രിസ്തു മാത്രം. എങ്ങനെ ജയിച്ചു? മരണത്തെ ജയിച്ചു. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ അധികാരിയാകുന്ന പിശാചനെ തൻ്റെ മരണത്താൽ തകർത്ത് മരണഭീതികളിൽ അടിമപ്പെട്ട നമ്മെ വീണ്ടെടുക്കുകയും താൻ മരണത്തെ ജയിച്ചു ഉയർത്തു. അതുകൊണ്ട് ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്താം, അതിനുള്ള നേരം. ഒന്ന്, പാപം ചുമക്കുന്ന ദൈവ കുഞ്ഞാട്. രണ്ട്, ആരാധനയ്ക്ക് യോഗ്യനായ കുഞ്ഞാട്. മൂന്ന്, വേളി കഴിക്കുന്ന കുഞ്ഞാടാണ്. അത് വെളിപ്പാട് 19:7-8 വായിക്കേണ്ടത്. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ അതാ എന്ന് പറഞ്ഞാൽ വേളി കഴിക്കുന്ന കുഞ്ഞാട്. ആരെ? ദൈവസഭയെ. എല്ലാവരെയും കല്യാണം കഴിക്കത്തില്ല. കല്യാണം കഴിക്കുന്നതേ ഒന്ന് രക്ഷിക്കപ്പെടണം, രണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഇപ്പോഴാണ് നല്ല വരുവ. വേറെ ഡ്രസ്സ് എൻ്റെ കയ്യിലുണ്ട്. നീ വരിക, എന്ന് ഇന്ന് രാത്രി തന്നെ നിന്നെ സ്നാനം പെന്തിക്കോസുകാരുണ്ടാക്കിയതല്ല, ദൈവം വെച്ച വ്യവസ്ഥയാണ്. യേശുവിനോട് ചേരാൻ, യേശുവിനെ ധരിക്കാൻ, യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തോട് ഏകീഭവിക്കാൻ. അത് വെള്ളത്തിൽ മുങ്ങണം. യേശു അങ്ങനെ കാണിച്ചില്ല, നടന്നല്ലേ വന്നല്ല. യേശുവിനെ എടുത്തോണ്ടാണ് വന്ന. വാവോ സ്നാനപ്പെടുത്താം, അങ്ങനെ തന്നെ വന്നേ. നടന്നല്ലയോ വന്നത്? അതാ പറഞ്ഞ ഇങ്ങനെ നടന്നു വരണം. പിന്നെ വയ്യാത്തവരെ ഞങ്ങൾ ഒരു 98 എന്നൊരു തള്ളെ ഞങ്ങൾ കസാരയിലിരുത്തി മുക്കി. ഉള്ളതല്ല ജിമ്മിഴ് പോലൊരു തള്ള ആര് പിടിച്ച് നിർത്താൻ. എന്നെ കയറ് കെട്ടി വെച്ച് കസാരയോടെ മുക്കിയാൽ മതിയല്ലോ. മുക്കിപ്പൊക്കി പണ്ടൊരുത്തന്നെ മുക്കി വിട്ടപ്പോൾ അവൻ ഉണ്ടായിട്ട് അക്കരയ്ക്ക് അങ്ങ് പോയി. ഇങ്ങോട്ട് വന്നു പോലുമില്ല. മുഖ്യ വേവിച്ചെന്ന് നോക്കി നിൽക്കുക. അവൻ എന്നാൽ മര്യാദയുള്ളവൻ അക്കരെ കയറിയപ്പോഴെങ്കിലും പോകുവാന്ന് പറയണ്ട, അതുപോലും പറഞ്ഞില്ല. അന്നേരം അങ്ങ് കയറിപ്പോയി. സ്നാനമോ ജഡത്തിൻ്റെ അടുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാം.
ആരെയാ വേളി കടിക്കാൻ വരുന്നത്? ഇതൊക്കെ വിസ്തരിക്കേണ്ടത് അടുക്കിടയ്ക്കായിട്ട്. 1, രക്ഷിക്കപ്പെടണം. 2, വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. 3, പരിശുദ്ധാത്മ നിറവിനെ പ്രാപിക്കണം, അഭിഷേകം. ഒറ്റ വാക്ക് പറഞ്ഞ മറുഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. പെന്തക്കോസ്തിന്റെ ആരംഭമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പന്തലിന്റെ കാലിടുന്നവൻ പോലും അഭിഷേകമായിരിക്കണം. ഇപ്പം പ്രസംഗിക്കുന്നവർക്ക് പോലും ചിലർക്ക് അഭിഷേകം. പിന്നെ ഇടയ്ക്ക് സിംഷോൻ കോട്ടയം പോലെ ഒന്ന് കോട്ടയം അഭിഷേകം പ്രാപിച്ചിരിക്കണം. 4, തിരുമേശ എടുക്കണം. തിരുമേശ കൊണ്ടുവരുമ്പോൾ ട്രാഫിക് പോലീസിനെ പോലെ കാണിക്കരുത്. നീ അത് എടുക്കണം. മനുഷ്യപുത്രൻ്റെ രക്തം കുടിക്കാതെ ഈ മാംസം തിന്നാതിരുന്ന ഉള്ളി ജീവൻ കാണുകയില്ല. ജീവൻ ഉണ്ടെങ്കിലേ കാകളം അങ്ങോട്ട് നിൽക്കുമ്പോൾ കയറിപ്പോവും. സമൃദ്ധിയായ ജീവൻ തിരുമേശ എടുക്കണം. പണ്ടൊരു തള്ളയ്ക്ക് കൊടുത്തപ്പോൾ മുഴുവൻ വലിച്ചങ്ങ് കുടിച്ചു. അപ്പം ഉദ്ദേശിച്ച് പറഞ്ഞു, മുഴുവൻ കുടിച്ചോന്ന് ചോദിച്ചു. തള്ള പറഞ്ഞ്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത് ഓർത്താൽ ഇത്ര ഒന്നും കുടിച്ചാൽ പോരെ, കുറച്ചുകൂടെ തരാം. കാരണം തള്ള കണ്ട് ജഗ്ഗിനകത്ത് അവിടെ ഇരിക്കുന്നത് എന്താ. ഇതൊരു സ്മരണയില്ലയോ, സ്മാരക ശുശ്രൂഷയാണ്. നിനക്ക് സമൃദ്ധിയായ ജീവൻ കിട്ടാൻ തിരുമേശ എടുക്കണം. പോരാ, പ്രാർത്ഥന കഴിക്കണം, കൂട്ടായ്മ ആചരിക്കണം. പോരാ, വേർപാട് പാലിക്കണം. നിന്റെ ഉഴപ്പം പെന്തിക്കോസല്ല ഇന്ന് നിർത്തിക്കോണം. നീ സിനിമ കാണരുത്, സീരിയൽ കാണരുത്. നിന്റെ മൊബൈലുണ്ടല്ലോ, മൊബൈലിൽ ആവശ്യമില്ലാത്തത് എന്തിയ, എൻ്റെ മൊബൈൽ എന്തിയ, സമയം പോയെന്ന് എനിക്കറിയാം, പോട്ട സമയം എവിടെയല്ലോ. ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒന്നുമില്ല. ഭാര്യയുടെ മൊബൈൽ ഭർത്താവിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുക്കാവോ? നീ ഗ്ലോറി വിക്ടറി കാൽവറി എന്ന് പറഞ്ഞ് ഇടയ്ക്ക് കുടയുന്നുണ്ടല്ലോ. ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യയിലോട്ട് കൊടുക്കുക 2 ദിവസത്തേക്ക്. പ്രാഗൽഭ്യമുള്ളവർ ചിലപ്പോൾ ഇതിനകത്ത് കാണും. ഉപദേശിയുടെ മൊബൈൽ വിശ്വാസിയുടെ കൊടുക്കുക ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച മിക്കാറും കൊടുക്കേണ്ടി വരും. വിശ്വാസിയുടെ മൊബൈൽ ഉപദേശിയുടെ കയ്യിലോട്ട് കൊടുക്കേ. ആവശ്യമില്ലാത്ത ഒന്നും കാണരുത്. തീജ്വാല പോലെ കണ്ണുള്ളൊരുവനുണ്ടെന്ന് ഓർത്തോണം. നീ കർക്കശമായി വേർപാട് പാലിക്കണം. ലോകവുമായിട്ട് ഇടകരുത്. ലോകമോഹം അകത്ത് കയറരുത്. ലോകം അകത്ത് കയറരുതെന്ന്. എൻ്റെ വീട് കുട്ടനാട്ടില. വള്ളവും വെള്ളമായിട്ട് വളരെ അറിവുള്ളതാണ്. എന്നേക്കാൾ അറിവുള്ളവർ ഇതിനകത്തുണ്ട്. ഇത് നല്ല ആശാരി വള്ളം പണിത് അങ്ങോട്ട് ഇറക്കിയാൽ ഒരു തുള്ളി വെള്ളം ഇതിനകത്ത് കയറുകയില്ല. വെള്ളത്തിലാ കിടക്കുന്നേ, പക്ഷേ വെള്ളം വള്ളത്തിനകത്ത്. പണ്ടരാചാരി പണിത് വള്ളം അങ്ങോട്ട് ഇറക്കിയപ്പോൾ വെള്ളം കയറി വരുന്നത്. അപ്പം മുതലാളി പറഞ്ഞ്, ദാമോദര വെള്ളം കയറി വരുന്നത്, പിന്നെ പാലാന്നോ വരണ്ടെന്ന്. അതൊക്കെ ഇത് പണിയാനൊന്നും അറിയാൻ മേല. നല്ല ആശാരുടെ കൊടുത്താൽ ഒരു തുള്ളി വെള്ളം അകത്ത് കയറുകയല്ല. വെള്ളത്തിലാ കിടക്കുന്നത്, പക്ഷേ വള്ളത്തിനകത്ത് വെള്ളം കയറരുത്. അയിലയും മത്തിയൊക്കെ സുലഭമാണ്, നമ്മളൊക്കെ കഴിക്കുന്നവരാ. ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത്, പക്ഷേ അകത്ത് ഉപ്പ് കയറുന്നില്ല. ഈ ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ലോകം നിന്റെ അകത്ത് കയറരുത്. നിന്റെ അകം എങ്ങനെ ഇരിക്കണം എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ ഹൃദയം ശുഭവചനത്താൽ. പണ്ടേ TPM-കാരൊരു പാടുപാടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനം ആനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനം ആനന്ദത്താൽ നിറഞ്ഞിടുന്നു. എൻ പ്രിയനി ഏഴക്കേകിയ നന്മകൾ എന്തിക്ക് ഞാൻ പകരം പരനിടും. എൻ പ്രിയനി ഏഴക്കേകിയ പകരം പരനിടും. ആനന്ദമേ ക്രിസ്ത്യ ആശ്വാസമുണ്ടി പാതയിൽ. ആനന്ദമേ ക്രിസ്ത്യ ആശ്വാസമുണ്ടി. എൻ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ മനം ആനന്ദത്താൽ. നിന്റെ അകത്ത് ലോകം കയറരുത്.
നിന്റെ അകം വചനം കൊണ്ട് പൂരിതമാക്കണം. സങ്കീർത്തനക്കാരൻ പറയും, എൻ്റെ ഹൃദയ ശുഭവചന ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ട് പാടുന്നതുകൊണ്ട് ചിലർക്ക് ഇഷ്ടമല്ല. എന്നാന്ന് ചോദിച്ചാൽ എൻ്റെ അകത്ത് ഇതാ ഇരിക്കുന്നത്, അകത്തിരിക്കുന്നല്ലയോ വെളിയിലോട്ട് വരുന്നേ. അതാ ചില വാക്യങ്ങളും പഴയ പാട്ടുകളൊക്കെ എൻ്റെ അകത്ത്. അതിൻ്റെ കാരണം പറയാം പ്രിയരെ, ഞാനേ അവിടേക്ക് പോകുമെന്നും വേണ്ട, അവിടേക്ക് ഞാൻ അമ്പലത്തിൽ കയറി ഇറങ്ങി രാമായണവും വായിച്ച് നാമവും ജപിച്ച് എൻ്റെ ദൈവമേ വിഗ്രഹത്തെ സേവിച്ചും ബിംബത്തെ സേവിച്ചും നടന്ന എന്നെ എൻ്റെ യേശു രക്ഷിച്ചു. ഈ പുസ്തകമെടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. ഇതെൻ്റെ കൈ വന്നേ പിന്നെ ഞാൻ ഈ പാട്ടെല്ലാം പഠിച്ചത്. നിങ്ങളിതിനകത്ത് ജനിച്ചിട്ട് പോലും എൻ്റെ ഒപ്പം ഒന്ന് വരാൻ. അല്ലേ, എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചതല്ലയോ. എനിക്ക് ഇതുവരെ ആർത്തി തീർന്നിട്ടില്ല. പണ്ട് ഞാൻ എൻ്റെ തലേ വേറെ സാധനം വെച്ചുകൊണ്ട് പോയതാ. ഹല്ലേലൂയ. ദേവസ്യാച്ചാ സ്തോത്രം 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 സ്തോത്രം. ഇതെടുത്തവർക്കാർക്കും ദോഷം വന്നിട്ടില്ല. ഇത് ചുമ്മിയവർക്കാർക്കും ദോഷം വന്നിട്ടില്ല. വരത്തില്ല വരത്തില്ല. യോ നീ ഇതെടുക്ക്, ഇത് അനുഷ്ഠിക്ക്, ഇത് ആചരിക്ക്, ഇത് ഏറ്റെടുക്ക്, സ്വീകരിക്ക്. നിനക്ക് നിന്റെ കുടുംബത്തിന് രക്ഷയാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ അമ്മയാണ് അമ്മയെ ദൈവം അനുകരിക്കണം. നല്ല നല്ല മിടുക്കി അമ്മ. എവിടാ വീട്? എവിടെയും ആട്ടെ ഗുണമുണ്ടല്ലോ. ഇങ്ങനത്തെ ഒക്കെ ഫ്രണ്ടി വന്നിരിക്കണം. വലായൊക്കെ വന്നങ്ങ് ഇരിക്കും. ഒരു തോത്രം പോലും പറയുകയല്ല. ഇത്രയൊക്കെ വന്നങ്ങോട്ടിരുന്നാൽ അല്ല അരങ്ങല്ലയോ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിനകത്ത് വചനമായിരിക്കണം. അപ്പം എൻ്റെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ പഴയ പാട്ട്, അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പാടിയൊക്കെ ആയിരിക്കുന്നത്. പിന്നെയും പാട്ട് വരുന്നു. എനിക്ക് പരഗതി അരുളുവതിനു നീ ത്യജിച്ചു സുരപുരമതി ജനാൽ. എനിക്കു പരഗതി അരുളുവതിനു നീ ത്യജിച്ചു സുരപുരമതി ജനാൽ. ദരിദ്രനകം ധന സമൃദ്ധി ലഭിക്കുവാൻ ദരിദ്ര നിലയിൽ മരിച്ചു നീ. സ്നേഹപൂരിത ജീവന സ്നേഹപൂരിത. അപ്പൊ നമ്മുടെ ഹൃദയം വചനം കൊണ്ടെന്നറിയണം. വചനം കൊണ്ടെന്നറിയണം. അപ്പൊ ശ്രദ്ധിക്കുക, ഇനി വേളി കടിക്കാൻ വരുന്ന കുഞ്ഞാട്. എല്ലാരെയും കല്യാണം കടിക്കത്തില്ല. വാട്ടം, കറ, ചുളുക്കം, മാലിന്യമൊന്നുമില്ലാതെ, ലോകത്തോട് അനുരൂപപ്പെടാതെ പ്രതിഷ്ഠ ചെയ്ത് അവൻ വ്യവസ്ഥ പ്രകാരം വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ വേളി കടിപ്പാൻ യേശു വീണ്ടും വരും. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കത്തില്ല. ഇന്ന് രാത്രി ആ വരവിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും, ഞാനും നമ്മളെല്ലാം എടുക്കപ്പെടണം. ആരും കൈവിടപ്പെട്ടു പോകരുത്. സമയം പോയതുകൊണ്ട് ഞാനിവിടെ അങ്ങ് പിടിച്ചു നിർത്തുക. ഇനിയും വിളക്കാകുന്ന കുഞ്ഞാടും ന്യായം വിധിക്കുന്ന കുഞ്ഞാടുമൊക്കെ പ്രസംഗിക്കേണ്ടതാ. അത് ദൈവം അനുവദിച്ച് അടുത്ത കൊല്ലം വിളിക്കുകയാണെങ്കിൽ ആയുസ്സും ആരോഗ്യമൊക്കെ ഉണ്ട്. വിളിക്കുമോ എന്നുള്ളതാ. പിന്നെ അത് എന്നാൽ ദൈവം ഗീതം പോലാട്ടെ. കർത്താവിൻ്റെ മഹത്വം നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാം. ഒന്നുകൂടെ പറയാം, നരകമുണ്ട്. കടാത്ത തീയും ചാകാത്ത പുഴും അതിനകത്ത് പോകരുത്. സ്വർഗത്തിൽ പോകണം. അതിന് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചോണം. യേശു ക്രിസ്തു ഏകദൈവം, നിത്യദൈവം, സത്യദൈവം. ആ കർത്താവ് ഒരിക്കൽ വന്ന് പാപപരിഹാരം വരുത്തി സ്വർഗത്തിൽ പോയി. ഇനി തിരിച്ചു വരും തിരുസഭയെ ചേർക്കാൻ. വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരെ തൻ്റെ അരികെ ചേർക്കാൻ യേശു വീണ്ടും വരും. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. നമുക്കെല്ലാം എഴുന്നേറ്റ് നിന്ന് 2 ശീലി പാട്ട് ഇറങ്ങി പോകരുത്. എഴുന്നേറ്റ് നിന്ന് അധികം പാടുകയല്ല. 2 ശീലം. പണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ കൺവെൻഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പാട്ട് പാടും. അതിന് കാരണം പറയാം. പല കാര്യത്തിൽ ഒന്ന്, പണ്ട് മൊബൈലൊന്നുമില്ല, ലാൻഡ് ഫോണും പലയിടത്തും ഇല്ല, മാധ്യമങ്ങളൊന്നും വലിയ വിവരം അറിയാൻ. പിന്നെ അടുത്ത കൊല്ലത്തെ കൺവെൻഷനാണ് ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് അതുവരെ ഇങ്ങനെ ജാഗരിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ആയിരിക്കുന്നത്. ഇപ്പം അന്നന്ന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് കാണാതിരിക്കുന്നത് കൊണ്ട് ഒടുവിൽ തീരാന്നൊരുത്തൊരു പാട്ട് പാടും, പ്രത്യാശയുടെ പാട്ട്. ആ പാട്ടങ്ങ് പാടി നമുക്കങ്ങ് വിരിയാ.